രണ്ടാമത്തത് ഏതൊരു അള്ളാഹുവിനെയാണോ ഹൃദയത്തിൽ സത്യമാക്കിയത് ആ അള്ളാഹുവിനെ പൂർണ്ണമായി ആ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പ്രസ്താവന നടത്തുക നാവുകൊണ്ട്. അൽ ഇഖ്റാറു ബിൻ ലിസാൻ. മൂന്നാമത്തത് വൽ അമലു ബിൽ ജവാരിഹ്, അവയവങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക. മൂന്ന് ജോലികളുടെ കൂട്ടായ്മക്കാണ് ഈമാൻ എന്ന് പറയുന്നത്. ഒന്ന് കൽബിന്റെ അമൽ, നാവിന്റെ അമൽ, മറ്റ് അവയവങ്ങളുടെ അമൽ. ഇത് മൂന്നും കൂടിയാണ് ഈമാൻ. കൽബ് കൊണ്ട് ചെയ്യേണ്ടത് തസ്ദീഖാണ്, നാവ് കൊണ്ട് ചെയ്യേണ്ടത് ഇഖ്റാറാണ്, അവയവങ്ങൾ കൊണ്ട് ചെയ്യേണ്ടത് മറ്റ് അഅ്മാലുകളാണ്. ഇത് അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേക പരിഗണനയുള്ളവർക്ക് മാത്രം ലഭിക്കുന്നതാണ് ഒന്നാം പറഞ്ഞത്. ആ പരിഗണന എന്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്? നമുക്ക് പൂർണ്ണമായി ഒന്നും അതിനെപ്പറ്റി മറുപടി പറയാൻ കഴിയില്ല, അല്ലാഹു അഅലം എന്നല്ലാതെ. അതിന് ഉദാഹരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിന്റെയും ലൂത്ത് നബിന്റെയും ഭാര്യമാരെ പരിചയപ്പെടുത്തി തന്നുകൊണ്ട് നമുക്ക് പറഞ്ഞു തന്നത്. ഇനി ഒരു അർഹതയുമില്ല, ഒരു യോഗ്യതയുമില്ല, അതുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് കിട്ടാതെ പോകുമോ? അതുമില്ല. അതിനുദാഹരണമായിട്ടാണ് ഫിർഔന്റെ ഭാര്യയെ പരിചയപ്പെടുത്തി തന്നത്. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ഫിർഔന്റെ ഭാര്യ എന്താണ് യോഗ്യത? ഫിർഔന്റെ ഭാര്യ എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട യോഗ്യത ഒന്നും ആസിയാക്ക് വേറെ ഇല്ല. ഫിറൗന്റെ ഭാര്യയാണ്, നാട്ടുകാരും വീട്ടുകാരും എതിരാണ്, ഭരണകൂടം എതിരാണ്, പൊതുജനം എതിരാണ്. ഇതൊക്കെ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിയാക്ക് നൽകാനുള്ളത് മുടക്കിക്കളഞ്ഞോ? ഇല്ല, അല്ലാഹു തആല നൽകി. എത്രത്തോളം നൽകി? ഉന്നത പദവിയിലെത്തുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊണ്ടുപോയി. ആര് വിചാരിച്ചിട്ടും അത് ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ചരിത്രം അറിയാമല്ലോ. ഫിർഔൻ തന്റെ ഭാര്യയെ പട്ടാളക്കാരെ ഏൽപ്പിച്ചു. അവളെ ദീനിൽ നിന്ന് മടങ്ങുന്നത് വരെ പീഡിപ്പിച്ചോളാൻ. ക്രൂരമായ പീഡനം. പലകയിൽ ആണി തറച്ച് ആണിയുടെ മൂർച്ചയുള്ള ഭാഗം വെളിയിലേക്ക് പുറപ്പെടുവിച്ച് അങ്ങനെ നൂറുകണക്കിന് ആണികൾ തറച്ച ആണിയുടെ മേലെ ആസിയ ബീവിയെ കിടത്തി ശരീരത്തിൽ ആണി തുടച്ച് കയറി രക്തം വാർന്നൊഴുകി. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ സ്വന്തക്കാരനാക്കാൻ വിചാരിച്ചാൽ ദുനിയാവിലെ ഒരു പീഡനവും ആർക്കും ഒരു വിഷയമല്ല. അത് വളരെ നിസ്സാരമാണ്. സഹാബാക്കളെ എത്രയോ സംഭവങ്ങൾ നമുക്കിതിന് സാക്ഷ്യമായിട്ടുണ്ട്. എത്ര ക്രൂരമായ പീഡനവും രസമായിട്ടേ തോന്നുള്ളൂ. കാരണം അല്ലാഹുവാണ് ശരീരത്തിന്റെ ഉടമ, വേദനയുടെ ഉടമ, നോവിന്റെ ഉടമ. ഇതൊക്കെ അല്ലാഹുവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ വസ്തുക്കളെ കൊണ്ട് മാറി വരുന്നതല്ല ശരീരത്തിന്റെ ഹാലാത്തുകൾ, അവസ്ഥകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ട് മാറ്റുകയാണ്. ഒരാൾക്ക് നോവായിട്ടുണ്ടാകുന്നത് മറ്റൊരാൾക്ക് രസമായിരിക്കും, ഒരാൾക്ക് വേദന തോന്നുന്നത് മറ്റൊരാൾക്ക് ആശ്വാസമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ശരീരത്തിനാണോ ആ അവസ്ഥകൾ നൽകുന്നത്, ആ അവസ്ഥയാണ് അയാൾ ആസ്വദിക്കുക, അനുഭവിക്കുക. ആസിയയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. അത് തെളിവ് ഖുർആൻ തന്നെയാണ്. ആസിയാനെ ഈ രീതിയിൽ ക്രൂരമായി നോവിച്ച് പീഡിപ്പിക്കുമ്പോൾ ആസിയ പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് അല്ലാഹു തആല എടുത്തു പറഞ്ഞില്ലേ? ഖാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, നിന്റെ അടുക്കൽ എനിക്കൊരു വീട് നീ നിർമ്മിച്ചു തരണമേ സ്വർഗത്തിൽ. സ്വർഗത്തിൽ നിന്റെ അടുക്കൽ എനിക്കൊരു വീടുണ്ടാക്കി തരണമേ അല്ലാഹുവേ. ആസിയ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞ പരാതി, ദുആആണത്, ശിക്വ, പരാതി. ആസിയക്ക് പറയാനുള്ള വിഷയം അതായിരുന്നു. ഈ നോവ് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ ആ നോവ് നോവായി തോന്നിയില്ല. ഈമാനിന്റെ രസം അത്ര കട്ടിയായിരുന്നു. ഹലാവത്തുൽ ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ അവസ്ഥ അള്ളാഹ്ക്ക് കൊടുക്കുക. നമ്മൾ സാധാരണ ഈമാന്റെ പ്രബോധകന്മാർ
ഈമാന്റെ പ്രചാരകന്മാർ, തൗഹീദിന്റെ പ്രബോധകന്മാർ അനുഭവിക്കേണ്ടി വന്ന നോവുകളെ സംബന്ധിച്ച്, പ്രയാസങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമുക്കത് കേൾക്കുമ്പോൾ വലിയ ആശ്ചര്യവും പ്രയാസവും തോന്നുന്നുണ്ടെങ്കിലും ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതൊരു വിഷയമല്ല. സൂറത്തു യാസീനിൽ ഒരു സംഭവം അല്ലാഹു തആല പറഞ്ഞില്ലേ? സൂറത്തു യാസീൻ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖർയതി ഇദ് ജാഅഹൽ മുർസലൂൻ. ഒരു പ്രബോധക സംഘം ഒരു നാട്ടിലെത്തിയപ്പോൾ ആ നാട്ടുകാരെല്ലാം കൂടി ആ പ്രബോധക സംഘത്തിന് വഴി കാണിച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരാട്ടിടയനെ കഷ്ടപ്പെടുത്തിയ ആ നോവ്, എത്രത്തോളം അവര് ശാരീരികമായി അവരെ പീഡിപ്പിച്ച്, കുത്തി, ഇടിച്ച്, ചവിട്ടി, കൊടല് പൊട്ടിച്ച് കൊടലുമാര പുറത്തു വന്നു എന്ന് താരീഖിൽ ഉലമാക്കൾ എഴുതി. ആ സന്ദർഭത്തിൽ അയാൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞ വാക്ക് അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലീ റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അദ്ദേഹം പറഞ്ഞു, ആ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യാ ലൈത ഖൗമി, എന്റെ ഈ ഖൗമായെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യഅലമൂൻ, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്നെ ഈ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ബിമാ ഗഫറ ലീ റബ്ബി, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തന്നുകൊണ്ടിരിക്കുന്ന ആ രംഗം, എന്റെ റബ്ബ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി തന്നുകൊണ്ടിരിക്കുന്ന രംഗം, ഞാനിപ്പോ ഈ ആസ്വദിക്കുന്ന രംഗം ഈ ഖൗമൊന്നും അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വജഅലനി മിനൽ മുക്രമീൻ, എന്നെ ആദരണീയരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി എനിക്ക് പോകാനുള്ള സ്ഥലം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാ, ആ ആനന്ദം ഞാൻ ആസ്വദിക്കുകയാ. ഇത് ഈ ഖൗമ കാണുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് ഒരാൾക്ക് നൽകുകയും അത് നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലാഹു ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ വഴിയൊരുക്കി കൊടുക്കേണ്ടവൻ അല്ലാഹുവാണ്. അതൊന്നും സാമർഥ്യം കൊണ്ട് നടക്കേണ്ടതല്ല, അതൊന്നും മുടുക്കൊണ്ട് നടക്കേണ്ടതല്ല. ആ രീതിയിൽ ആസിയ റളിയല്ലാഹു തആല അൻഹ ആ പലകയിൽ ഷഹീദായി. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് പലരെ സംബന്ധിച്ചും ഈ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങൾ അല്ലാഹു തആല മറ്റ് പലരെ സംബന്ധിച്ചും പറഞ്ഞു തന്നിട്ടുണ്ട്. യോഗ്യതകൾ എന്തുണ്ടായിരുന്നാലും, അഡ്രസ് എന്തുണ്ടായിരുന്നാലും ഹിദായത്തിന് അതൊന്നും കാരണമല്ല. ഹിദായത്ത് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഓശാരമായി ലഭിക്കുകയാ. അതിന്റെ അർഹതയെ പറ്റി അല്ലാഹു തആല ചർച്ച ചെയ്തിട്ടില്ല. അത് നൽകുന്നത് ഇന്ന ആൾക്കാർ അല്ലാഹു മുൻകൂട്ടി പറഞ്ഞിട്ടില്ല. ആർക്കാണോ കിട്ടുന്നത്, കിട്ടുന്നവർ എനിക്ക് കിട്ടി എന്ന ആശ്വാസത്തിലിരിക്കുക എന്നല്ലാതെ എന്തിന്റെ പേരിൽ കിട്ടി എന്ന് വിശദീകരിക്കാൻ വഴികളില്ല. എന്തിന്റെ പേരിൽ കിട്ടി എന്ന് വിശദീകരിക്കാൻ വഴികളില്ല. അബൂ താലിബിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല. എന്തുകൊണ്ട് നൽകിയില്ല എന്ന് വിശദീകരണമില്ല. ഖത്താബിന്റെ മകൻ ഉമറിന് അല്ലാഹു തആല നൽകി, എന്തുകൊണ്ട് നൽകി എന്നതിനും വിശദീകരണമില്ല. ഹിദായത്തിന്റെ കാര്യത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്? അല്ലാഹു തആല അവന്റെ അടിമകളിൽ നിന്ന് ഹിദായത്ത് നൽകാൻ നിശ്ചയിച്ചവരുടെ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് അല്ലാഹു തആല നൽകുന്നു. അതിനെ സംബന്ധിച്ച് ഒന്നും നമുക്ക് പറയാനില്ല. നാം അത് വിശദീകരിച്ചു. രണ്ടാമത് നമ്മൾ വിശദീകരിച്ചത് ഈ ഇരിക്കുന്ന നമ്മളുടെ അവസ്ഥയെ സംബന്ധിച്ചാണ്. ഈ പറയുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇന്ന് നിലവിലുള്ള ഉമ്മത്ത് മുഴുവനും, ഉമ്മത്തു ദഅവ, ഉമ്മത്തുൽ ഇജാബ മുഴുവനും, ഉമ്മത്ത് രണ്ട് തരമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് രണ്ട് വിഭാഗമാണ്. ഒന്ന് ഉമ്മത്തുൽ ഇജാബ, മറ്റേത് ഉമ്മത്തു ദഅവ. ഉമ്മത്തുൽ ഇജാബ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനെ നിയോഗിച്ചു ഉമ്മത്തിനെ വിളിക്കാൻ. വിളിച്ചു, അയ്യുഹൻ നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സഫാ മലയുടെ ഉച്ചിയിൽ നിന്നുകൊണ്ട് വിളിച്ചു. ആ വിളിക്ക് ഖിയാമത്ത് നാൾ വരെ ആ വിളി നിലവിലുണ്ട്. ആ വിളി ക്യാൻസൽ ആകുന്നില്ല. ഏതുവരെ? രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത് വരെ. വ്യക്തികളുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ ആ വിളിക്ക് ഉത്തരം നൽകാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. ഏതുവരെ? ഹത്താ യുഗർഗിറ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ സമയമുണ്ട്.
സമൂഹവുമായി ബന്ധപ്പെട്ടതാണ് എങ്കിൽ സൂര്യൻ പടിഞ്ഞാറുന്നുദിക്കുന്നത് വരെ ദഅവത്തിന് സമയമുണ്ട്, ഇജാബത്തിനും സമയമുണ്ട്. മുഹമ്മദി ഉമ്മത്തിൽ ദഅവത്തിന്റെ കാലാവധി സൂര്യൻ പടിഞ്ഞാറുന്നുദിക്കുന്നത് വരെയാണ്. സൂര്യൻ പടിഞ്ഞാറുന്നുദിക്കുക എന്ന പ്രതിഭാസം സംഭവിക്കലോടുകൂടി എന്തൊക്കെയാണ് നടക്കുന്ന അള്ളാഹുവിന്റെ ദർബാറിൽ? ഹിദായത്ത് അള്ളാഹു ക്ലോസ് ചെയ്യും. പിന്നെ അങ്ങോട്ട് ഇനി കലിമ ചൊല്ലിയവർക്ക് ഈമാനില്ല. യൗമ ലാ യൻഫഉ അല്ലദീന ഖുൽ യഖൂലൂന മതാ ഹാദൽ ഫത്ഹു ഇൻ കുൻതും സാദിഖീൻ ഖുൽ യൗമൽ ഫത്ഹ് ലാ യൻഫഉ അല്ലദീന കഫറു ഈമാനുഹും വലാ ഹും യൻദറൂൻ. ആ ഖിയാമത്ത് നാളിന്റെ ദിവസം, ആ ഭയാനകമായ ദിവസം, ആ ദിവസം ഏതാണെന്നാണ് ഇവർ ചോദിക്കുന്നത്. പറഞ്ഞു കൊടുക്ക നബിയെ, ആ ദിവസം കാഫിരീങ്ങൾക്ക് ഈമാൻ ഉപകരിക്കാത്ത ദിവസമായിരിക്കുമെന്ന്. മോമിനീങ്ങളുടെ വീടുകൾക്ക് മുമ്പിലും പള്ളികളിലും റോഡുകളിലും ലക്ഷക്കണക്കിന് വരുന്ന മുശ്രിക്കുകളും കാഫിറുകളും ക്യൂ നിൽക്കും കലിമ ചൊല്ലാൻ ഈ പ്രതിഭാസം കാണുമ്പോൾ. പക്ഷെ യാതൊരു ഫലവും ചെയ്യുകയില്ല. അതിന് സമയം തീർന്നു. ഇനി വഅദില്ല, ഇനി ദഅവത്തില്ല, ഇനി പ്രസംഗങ്ങളില്ല, ഇനി തസ്നീഫാത്തുകളില്ല, ഇനി തഅലീഫാത്തുകളില്ല, ഇനി ദീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയും ഇനിയില്ല. എല്ലാം സമയം തീർന്നു, ക്ലോസ് ആയി. ചാപ്റ്റർ ക്ലോസ് ചെയ്ത്, ഫയൽ ക്ലോസ് ചെയ്ത് അല്ലാഹു തആല മലക്കുകളെ പിരിച്ചു വിട്ടു. ദീനിന്റെ പേരിൽ ഇനി ഒരു പരിപാടിയുമില്ല. അതുവരെയും ദഅവത്തിന് സമയമുണ്ട്, ഇജാബത്തിനും സമയമുണ്ട്. അപ്പോൾ ഉമ്മത്തു ദഅവ, ഉമ്മത്തുൽ ഇജാബ, അന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വിളിച്ചു. ആ വിളിക്ക് എന്നും ഉത്തരം നൽകാൻ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ അല്ലാഹു തആല ഒരു നൂറ്റാണ്ടിൽ 10-100 ആൾക്കാരെയായിരിക്കും ചിലപ്പോൾ തെരഞ്ഞെടുക്കുന്നുണ്ടാവുക ഇജാബത്തിന് വേണ്ടി. ഒരു നൂറ്റാണ്ടിൽ ചിലപ്പോൾ ഒരു രാജ്യത്ത് 5-10 ആളെയായിരിക്കും അല്ലാഹു തെരഞ്ഞെടുക്കുന്നുണ്ടാകുക. അവരാണ് കലിമ ചൊല്ലി മുസ്ലിമായി എന്നൊക്കെ നമ്മൾ പറയുന്നവർ. നമ്മളെന്താ പറയുക? അത് ഇന്നാളെ പ്രസംഗം കേട്ടിട്ട് മുസ്ലിമായി, അല്ലെങ്കിൽ ഇന്നാളെ അയാളെ മെനക്കെട്ട് മുസ്ലിമാക്കി. അർത്ഥശൂന്യമായ വാക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തുൽ ഇജാബയിൽ മുഹമ്മദി ഉമ്മത്തിൽ നിന്ന് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുന്നവർക്ക് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്നു അവന്റെ ലിസ്റ്റിലേക്ക്. അത് വളരെ ചെറിയൊരു ശതമാനം. നാട്ടുകാരെ മുഴുവൻ മുഅ്മിനീങ്ങളാക്കാൻ മെനക്കെട്ടിരുന്ന കാര്യമില്ല, നടക്കുന്ന കാര്യമല്ല. വലൗ ശിഅനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിൻ. ഇവിടെയാണ് നമ്മുടെ ഈമാന്റെ പത്രാസ് മനസ്സിലാക്കേണ്ടത്. അതിനെ പറഞ്ഞുകൊണ്ട് ഊതി പറയുന്നതാണ്. അല്ലാഹു തആല ഇത്ര കർശനമായ ഉപാധികൾ വെച്ചിട്ടാണ് ഹിദായത്ത് സപ്ലൈ ചെയ്യുന്നത്. കർശനമായ ഉപാധികൾ വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കും പോലെ ആയെങ്കിലാവട്ടെ, പോയെങ്കിൽ പോട്ടെ, അങ്ങനെ എല്ലാ ഹിദായത്തിന്റെ കാര്യം. അള്ളാഹു വളരെ കർശനമായ ഉപാധികൾ വെച്ച് നൂറ്റാണ്ടിൽ വളരെ എണ്ണപ്പെട്ട ആൾക്കാരെ മാത്രമേ അള്ളാഹു സെലക്ട് ചെയ്യുന്നുള്ളൂ ഹിദായത്ത് നൽകിയിട്ട്. നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കും എന്താ ഇവരാരും മുസ്ലിം ആകാത്ത, ഇവരാരും നന്നാകാത്തത്, ഇവരാരും നന്നാകാത്ത എന്നുള്ള ചോദ്യമല്ല പ്രസക്തമായ ചോദ്യം. ഞാൻ എന്റെ ഹിദായത്ത് ഇസ്തിഖാമത്ത് ചെയ്യാൻ എന്ത് ചെയ്തു എന്നതിനെ പറ്റിയാണ് പ്രസക്തമായ ചോദ്യം. നാം കഴിഞ്ഞ ആഴ്ച സംസാരിച്ച് ഊന്നി പറഞ്ഞ വിഷയം അതാ. മാലോകരെന്താണ് മുസ്ലിം ആകാത്തത്? മാലോകരെന്താണ് ഇസ്ലാമിലേക്ക് വരാത്തത്? മാലോകർക്ക് എന്താണ് ഇത് മനസ്സിലാകാത്തത്? മാലാകർ എന്താണ് ഇത് ഗ്രഹിക്കാത്തത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത്, ഗ്രഹിച്ച നീ ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ എന്ത് ചെയ്തു? ഇതാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്. മറ്റുള്ളവർക്ക് കിട്ടാൻ നീ എന്ത് ചെയ്തു എന്നല്ല അള്ളാഹു ചോദിക്കുന്നത്. നിന്റേത് നിലനിർത്താൻ നീ എന്ത് ചെയ്തു എന്ന അള്ളാഹുവിന്റെ ചോദ്യം. കാരണം കിട്ടുക എന്നത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള പരിശ്രമത്തിന്റെ ഭാഗമല്ല, അത് വെറും ഫളിന്റെ ഭാഗമാണ്. കിട്ടിക്കഴിഞ്ഞാലാണ് ജോലി തുടങ്ങുന്നത്. കിട്ടുന്നത് വരെ അല്ല ജോലി, കിട്ടിക്കഴിഞ്ഞാലാണ് ജോലി തുടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്തിന് അവസരം കൊടുക്കുന്നവർ ആ രീതിയിൽ മറുപടി നൽകും. അവർ ഉമ്മത്തുൽ ഇജാബ, ബാക്കിയുള്ളവർ ഉമ്മത്തു ദഅവ. റസൂലുള്ളാഹി തങ്ങളുടെ വിളി നിലവിലുണ്ട്. ഏത് സമയത്തും വിളി കേൾക്കാൻ അവർക്ക് സ്വാതന്ത്ര്യവുമുണ്ട്. ആ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളി നൽകി കാത്തിരിക്കുന്നവർ അവർ ഉമ്മത്തു ദഅവ. ഇതാണ് മുഹമ്മദി ഉമ്മത്തിൽ 2 വിഭാഗം. ഒന്ന് ഉമ്മത്തുൽ ഇജാബ, ഒന്ന് ഉമ്മത്തു ദഅവ.
ഉമ്മത്തുൽ ഇജാബയെ സംബന്ധിച്ചാണ് ഗൗരവമുള്ള ചിന്ത. ബാക്കിയുള്ളവരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത് എന്താ? ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസ് യാ സഫ. നിങ്ങളെ തന്നെ നശിപ്പിച്ചു കളയും തോന്നുമല്ലോ നിങ്ങൾ ഈ അവസ്ഥ കണ്ടാൽ. ഈ മാനവരെ മുഴുവനും ഈ പരിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നില്ല, ഈ പരിശുദ്ധ ദീൻ ഏറ്റെടുക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളെ തന്നെ നശിപ്പിച്ചു കളയും തോന്നുന്നല്ലോ, നിങ്ങളെ തന്നെ നിങ്ങൾ ഇല്ലാതാക്കി കളയും തോന്നുന്നല്ലോ. ഇല്ല മുഹമ്മദ് നബി, അങ്ങനെ മെനക്കെട്ടിട്ട് കാര്യമില്ല. നിങ്ങളങ്ങനെ മശക്കത്താകാൻ വേണ്ടിയിട്ടല്ല ഈ കിതാബ് നിങ്ങൾക്ക് ഞാൻ ഇറക്കി തരുന്നത്. നിങ്ങൾ ബുദ്ധിമുട്ടാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് കിതാബ് ഇറക്കി തരുന്നത്. ഈ കിതാബ് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഹിദായത്ത് കിട്ടിയവർക്ക് സൂക്ഷ്മതയോടെ ജീവിക്കാനുള്ള രേഖകളാണ് ഈ കിതാബിലുള്ളത്. ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശ. ഹിദായത്ത് കിട്ടി, ഇനി അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, അത് സസ്പെൻഡ് ചെയ്യപ്പെട്ടു പോകാൻ പാടില്ല, അത് ഡിസ്മിസ് ചെയ്യപ്പെട്ടു പോകാൻ പാടില്ല. മരിക്കുന്നത് വരെ നിലനിർക്കണം. മരിക്കാൻ നേരത്ത് ഉടമസ്ഥനെ ഏൽപ്പിക്കണം. ബർസഖിന്റെ ലോകത്തെത്തിയാൽ തിരിച്ചു വാങ്ങണം. അത്ര കർശനമായി ബോധമുള്ളവർക്ക് സൂക്ഷ്മതയോടെ ജീവിച്ചു പോകാനുള്ള രേഖകളാണ് മുഹമ്മദ് ഖുർആൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് അടിമകൾക്ക് നൽകുന്ന രീതിയെ സംബന്ധിച്ച്, അതിന്റെ ഗൗരവമേറിയ വിഷയത്തെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയതിനെ സംബന്ധിച്ച് നാം ബോധവാന്മാരാകണം. ഇതാണ് അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ ബോധവാന്മാരാകണം. നിങ്ങൾ പാരമ്പര്യ ഗുണം കൊണ്ട് കിട്ടിയതാണോ? നിങ്ങളെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായതുകൊണ്ട് നിങ്ങൾക്കും കിട്ടി പാരമ്പര്യത്തിന്റെ പേരിൽ അങ്ങനെയാണോ? ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സാമർഥ്യം, പിന്നെ അറിവ് സംബന്ധമായ സാമർഥ്യമുണ്ട് അതുകൊണ്ടാണോ? ബുദ്ധിപരമായ സാമർഥ്യമുണ്ട് അതുകൊണ്ടാണോ? കുടുംബപരമായ സാമർഥ്യമുണ്ട് അതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ല. ഇതൊന്നും ഇതിന് മാനദണ്ഡമല്ല. അല്ലാഹു തആല അവന്റെ സ്വന്തക്കാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ നിങ്ങളെ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അല്ലാഹു തആല സമയം എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സ് അല്ലാഹു തആല തുറന്നു തരുന്നു. ഇത് മാത്രമേ നിങ്ങൾ ഈ വിഷയത്തിൽ കിട്ടിയ കാര്യത്തിൽ പരിഗണിക്കേണ്ടതുള്ളൂ. അതിന്റെ അപ്പുറത്ത് വേറൊന്നും ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഗൗരവം നമ്മുടെ മനസ്സിലേക്ക് വരും. ഇത്രയും വലിയൊരു സാധനമാണ് എന്റെ കയ്യിലുള്ളത്. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത്രയും മഹത്വമുള്ള ഒരു നിധിയാണ് എന്റെ കയ്യിലുള്ളത്. ആണായാലും പെണ്ണായാലും കുട്ടികളായാലും വലിയവരായാലും ഉലമാക്കളായാലും ഉമറാക്കളായാലും അമ്മായാലും ആരായാലും, ഒരു മുഅ്മിനായ ഒരു മുസ്ലിമായ എല്ലാറ്റിനും അല്ലാഹു മാത്രം എന്ന മാനസികാവസ്ഥ ആർക്കാണോ ലഭ്യമായത്, അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഗൗരവമുള്ള വിഷയം ഇതാണ്. ഇത്രയും വലിയ ഒരു സാധനം, ഇത്രയും വലിയ ഗൗരവമുള്ള ഒരു വിഷയം, ഇത്രയും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്റെ കയ്യിലാണല്ലോ അല്ലാഹു തആല തന്നിരിക്കുന്നത്. എന്നെയാണല്ലോ അല്ലാഹു അതിന് നിശ്ചയിച്ചിരിക്കുന്നത്. എത്ര മാന്യന്മാരും ബുദ്ധിമാന്മാരും മിടുക്കന്മാരും ഭൂലോകത്ത് ജീവിക്കുന്നുണ്ട്. എത്ര ഉലമാക്കളുണ്ട്, എത്ര ഉമറാക്കളുണ്ട്. അവർക്കൊന്നും ആ പരിഗണന അല്ലാഹ് കൊടുത്തില്ലല്ലോ. അല്ലാഹ് മാത്രം എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വന്തക്കാരനായിട്ട് കഴിയാനുള്ള ഒരു സൗഭാഗ്യം എനിക്കാണല്ലോ എന്നെ അല്ലാഹ് തന്നിരിക്കുന്നത്. ആ ചിന്ത ഹിദായത്തിന്റെ പേരിലുള്ള ശുക്റിന്റെ ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്ന വിഷയം എന്താ? ഇത്രയും ഗൗരവമുള്ള ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, അത് എല്ലാ കാലഘട്ടത്തിലും വളരെ ചെറിയ ന്യൂനപക്ഷം, നാം ചരിത്രം പറഞ്ഞിട്ട് പിന്നെയും സമയം കളയുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തിന് 72 പേര്, എത്രയോ ലക്ഷം ജനങ്ങൾ അന്ന് ഇറാഖിൽ ജീവിക്കുന്നുണ്ട്. 72 കുടുംബത്തെയാണ് സെലക്ട് ചെയ്തത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തോ സെലക്ട് ചെയ്തത് 4 or 5 വ്യക്തികളെയാണ്. ഒരു സാറാനെ, ഒരു ഹാജറാനെ, ഒരു ഇസ്ഹാക്കിനെ, ഒരു ഇസ്മായിലിനെ, സ്വന്തം കുടുംബത്തിൽപ്പെട്ട 3-4 ആൾക്കാർക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒന്നിച്ചു വിട്ടുകൊടുത്തു. ലക്ഷക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരൊന്നും ഇബ്രാഹിം നബിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഇറാഖ് കേന്ദ്രമാക്കിക്കൊണ്ട് നമ്രൂദിന്റെ ഭരണത്തിന്റെ ചോട്ടിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ സുഭിക്ഷമായി ജീവിക്കുകയായിരുന്നു അന്ന് ബാബിലോണില്. പക്ഷെ അല്ലാഹു തആല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു 3-4 പേരെ മാത്രമാണ് സെലക്ട് ചെയ്ത് നിശ്ചയിച്ചു കൊടുത്തത്. സാറാക്ക് കൊടുത്തു അല്ലാഹു തആല ഹിദായത്ത്, ഹാജറാക്ക് കൊടുത്തു അല്ലാഹു തആല ഹിദായത്ത്,
മക്കൾ ഇസ്മായിലിനും കൊടുത്തു അല്ലാഹു തആല ഹിദായത്ത്, ഇസ്ഹാക്കിനും കൊടുത്തു അല്ലാഹു തആല ഹിദായത്ത്. ഇബ്രാഹിം നബിന്റെ പോലിസിയാണത്. അതേ സമയത്ത് നൂഹ് നബിക്ക് അത് കിട്ടിയില്ല, ഒരു ഭാര്യയ്ക്ക് കിട്ടിയില്ല, സ്വന്തം മോൻ കൻആന് കിട്ടിയില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും കിട്ടിയില്ല. ഇബ്രാഹിം നബിന്റെ കുടുംബക്കാർക്ക് അൽഹംദുലില്ലാഹ് എല്ലാവർക്കും കിട്ടി. 2 ഭാര്യമാരുണ്ടായിരുന്നു, 2 ആമക്കൾ ഉണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്താകുമ്പോൾ ആ 4 പേരെയും അല്ലാഹു തആല സെലക്ട് ചെയ്തു. അത് ഇബ്രാഹിമിനോടുള്ള ഒരു ഇക്റാമും കൂടിയാണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം വന്നപ്പോഴാണ് കുറേയും കൂടി ആൾക്കാർക്ക് അല്ലാഹു തആല തെരഞ്ഞെടുപ്പിൽ സെലക്ഷൻ നൽകിയത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് കൂടുതൽ ആൾക്കാരെ കിട്ടിയത്. ഏതാണ്ട് ഒരു 12 ലക്ഷത്തോളം പേര് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്നു. അന്ന് ഫലസ്തീനിൽ നിന്ന് അന്ന് ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് സ്ഥലം വിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ചെങ്കടലിന്റെ തീരത്തെത്തിയത് ഇത്രയും ആൾക്കാരാണ്. അക്കൂട്ടത്തെ മുസ്ലിമുകൾ മാത്രമല്ല, ഇസ്രായേൽ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിമുകൾ അല്ലാത്തവരും അന്ന് മൂസ നബിയോടൊപ്പം രക്ഷപ്പെട്ട കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അത്രയും ആൾക്കാരെ അല്ലാഹു തആല കൊടുത്തില്ല, വളരെ എണ്ണപ്പെട്ട ആൾക്കാരെ മാത്രമേ കൊടുത്തുള്ളൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏതാണ്ട് 1,40,000-ഓളം പേരെ അല്ലാഹു തആല കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഖിയാമത്ത് നാൾ വരെയുള്ളത് മുഴുവനും മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കണക്കിലാണ്. ബഹുമാനമുള്ള സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല കാണിച്ച ഔദാര്യം അവിടുത്തെ ഉമ്മത്തിൽ നിന്ന് അവനിക്ക് തോന്നിയ അവനിഷ്ടപ്പെട്ടവരെ മാത്രം സെലക്ട് ചെയ്ത് എണ്ണം കൂട്ടിക്കൊടുക്കുകയാണ്. വിവാഹത്തെ പറ്റി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, തസവ്വജുൽ വദൂദൽ വലൂദ, സ്നേഹമുള്ള പെണ്ണിനെ നോക്കി, അധികം പ്രസവിക്കുന്ന പെണ്ണിനെ നോക്കി നിങ്ങൾ വിവാഹം കഴിക്കണം. തീർച്ചയായിട്ടും ഉമ്മത്തുകളിൽ കൂടുതൽ ആൾക്കാരുള്ള ഒരു നബി എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനം കൊള്ളുന്ന ആളെ ആഖിറത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികം പ്രസവിക്കുന്ന പെണ്ണിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകിക്കൊണ്ട് വിവാഹത്തിന്റെ കാര്യത്തെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ള തൗഫീക്ക് തന്നെ ഇല്ലാതാക്കി കളയുന്നവരാണ് നമ്മൾ. ഇല്ലാത്ത കുറെ ആൾക്കാർ അങ്ങനെ മെനക്കെടുന്നു, ഉള്ളവർ ഇത് കുറക്കാൻ മെനക്കെടുന്നു, കുറച്ചവർ തന്നെ ഇനി എങ്ങനെയാണ് എണ്ണം കുറക്കാൻ പറ്റാൻ നോക്കുന്നു. അതൊക്കെ ദുനിയാവിന്റെ കളികൾ, ഇതിനെ പറ്റിയൊന്നും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. നമ്മൾ നമ്മുടെ കാര്യത്തെ സംബന്ധിച്ച് ബോധവാന്മാരാകണമെന്നാണ് പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വലിയൊരു സൗഭാഗ്യം നമുക്ക് ഔദാര്യമായി തന്നു, നമുക്ക് ആയുസ് ഇത്രയും തന്നു. ഇനി എത്രയാണ് നിശ്ചയിച്ച അവധി എന്ന് നമുക്കറിയില്ല. ഈ സമയത്തിനുള്ളിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? അതാണ് നാം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത്. എന്താണ് ഈ അവസരത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം? അല്ലാഹു തആല നമ്മളെ വ്യക്തിപരമായി പരിഗണിച്ചു എന്ന കാര്യം തീർച്ചയാണ്. അതൊരു തെളിവെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ, അതിലടക്കിയിരിക്കുന്ന വഹദാനിയത്ത്, ആ വഹദാനിയത്ത് അല്ലാഹുക്ക് മാത്രം വകവെച്ചു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് അല്ലാഹു തന്നിട്ടുണ്ട്. അല്ലാഹു അല്ലാത്തൊരു വ്യക്തിയിലേക്കോ ശക്തിയിലേക്കോ വസ്തുവിലേക്കോ ഒരു കാരണവശാലും നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ അവയവങ്ങൾ കൊണ്ടോ പ്രവൃത്തിയിലൂടെയോ വാക്കിലൂടെയോ ചിന്തയിലൂടെയോ അല്ലാഹു അല്ലാത്ത ഈ പറയപ്പെട്ട ഒന്നിനെയും ഒരു വിഷയത്തിനും പരിഗണിക്കുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിക്കാനുള്ള ഒരു ധൈര്യവും മനസ്സും തന്നു എന്നതാണ് ഹിദായത്ത് അല്ലാഹു നമുക്ക് തന്നു ഈ വിഷയത്തിൽ എന്നതിന്റെ ഒന്നാമത്തെ തെളിവ്. ഇനി അങ്ങോട്ട് ഇത് കാത്തു സൂക്ഷിക്കാൻ ആവശ്യപ്പെടുന്നു നമ്മളോട്. അതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. എന്താണ് ഇസ്തിഖാമത്ത്? ഏത് സമയത്തും ഇത് നഷ്ടപ്പെടാൻ ഇടയുണ്ട്, ഏത് സമയത്തും ഇത് ദുർബലപ്പെട്ടു പോകാൻ ഇടയുണ്ട്. അല്ലാഹു തആല ഭൂമിയിൽ അരിശം തീർക്കുന്നത് ഒരു വിഭാഗത്തോട്. ഈമാൻ ലഭിച്ചതിന് ശേഷം ആ ഈമാനെ കാത്തു സൂക്ഷിക്കാൻ മെനക്കെടാത്തവർ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ അവരെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റായ അവസ്ഥ വന്നാൽ അല്ലാഹു തആല കൈകാര്യം ചെയ്യുന്ന രീതി അവരെ ഭക്ഷണത്തിൽ കുറവ് വരുത്തിയിട്ടോ ആരോഗ്യത്തിൽ കുറവ് വരുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നഷ്ടങ്ങൾ വരുത്തിയിട്ടോ ശിക്ഷിക്കുന്ന രീതിയല്ല അല്ലാഹു തആലക്കുള്ളത്. മറിച്ച് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പക തീർക്കുന്നത്, ദേഷ്യം തീർക്കുന്നത്, ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപടിയെടുക്കുന്നത് ഒരേ ഒരു കാര്യം കൊണ്ടായിരിക്കും മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ. അതെന്താ? ആ തന്ന ഹിദായത്ത് അല്ലാഹു തആല തിരിച്ചെടുക്കുക. അതോടുകൂടെ കഥ തീരും.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ എത്ര പറഞ്ഞു തന്നു? നഷ്ടപ്പെട്ടു പോയവരുടെ ഉദാഹരണങ്ങൾ. വത്തിലു അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ. ഓ മുഹമ്മദ് നബി, നിങ്ങൾ പൂർവ്വകാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ വൃത്താന്തം നിങ്ങളുടെ ഉമ്മത്തിന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്ക്. നബഅല്ലദീ, ഒരാളുടെ വൃത്താന്തം. ആതൈനാഹു ആയാതിനാ, നമ്മുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നാം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹത്തിന് ഞാൻ ഉയർന്ന നിലവാരത്തിലെത്തിച്ചു. ഫറഫഅനാഹു, അദ്ദേഹം ഉയർന്ന നിലവാരത്തിലെത്തി. ആദ്യത്തെ കാറ്റഗറിയായ ഇസ്ലാമിൽ നിന്നും വിട്ടു, രണ്ടാമത്തെ കാറ്റഗറിയായ ഈമാനിലെത്തി. ഈമാൻ യഖീനിലായപ്പോൾ ഇഹ്സാന്റെ മൂന്നാമത്തെ ആ യോഗ്യതയിലെത്തി. ഫൈനൽ കാറ്റഗറിയില് ഇഹ്സാന്റെ യോഗ്യതയിലെത്തിയപ്പോൾ മറകളെ അള്ളാഹു നീക്കി അദ്ദേഹത്തിൽ നിന്ന്. അള്ളാഹുവിന്റെയും അയാളെയും ഇടയിൽ നിന്ന് മറകളെ അള്ളാഹു നീക്കി, ഹിജാബുകളെ നീക്കി. അള്ളാഹുവും അടിമയും തമ്മിൽ നേരിട്ട് തന്നെയായി വിഷയങ്ങൾ ഖുർആൻ അള്ളാഹു തആല പറഞ്ഞ വിഷയം. എന്ന ആയത്തിലൂടെ അള്ളാഹ് ഒരു വ്യക്തിയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അയാൾ ഹിദായത്തിന്റെ വഴിയിൽ നേടേണ്ടത് മുഴുവനും നേടി. ആത്തൈനാഹു ആയാത്തിന, നേടേണ്ടത് മുഴുവൻ അയാൾ നേടി. അള്ളാഹ് പറഞ്ഞെങ്ങനെ? ആത്തൈനാഹു, ഞാൻ അയാൾക്ക് നൽകി. ആയാത്തിന, നമ്മുടെ കുറെ ദൃഷ്ടാന്തങ്ങൾ നൽകി. അയാളെ ഞാൻ ഉയർന്ന നിലവാരത്തിലെത്തിച്ചു. അയാള് ഉലുവുള്ള മർത്തബയിലെത്തി. ഈ അസ്ബാബിന്റെ ആലമിൽ നിന്നും അപ്പുറത്തേക്ക് അയാളുടെ കാര്യങ്ങൾ നടക്കാൻ മാത്രം ഉയർന്ന നിലവാരത്തിൽ അയാൾ എത്തി. അഥവാ അയാളുടെയും അള്ളാന്റെയും ഇടയിൽ നിന്ന് അയാൾ അള്ളാഹു തആല മറ നീക്കി, ഹിജാബ് നീക്കി. അത്ര അടുത്തെത്തി അള്ളാഹുവിന്റെ അടുക്കൽ. പക്ഷേ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരിൽ ഒരു വാക്ക് അയാള് സ്വന്തം സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയപ്പോൾ, അഥവാ പൗരോഹിത്യത്തിന്റെ ഒന്നാമത്തെ അടയാളം ഈ ബൽആം ഇബ്നു ബഅൂറയിലൂടെ പ്രകടമായപ്പോൾ, വേദഗ്രന്ഥത്തിൽ നല്ല പഠനവും വേദഗ്രന്ഥത്തിൽ ആഴമേറിയ അറിവും അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള വലിയ തൗഫീഖും ലഭിച്ചപ്പോൾ അത് വെച്ചിട്ട് അയാൾ ദുനിയാവിലേക്ക് നീങ്ങി. അയാൾ ദുനിയാവിലേക്ക് നീങ്ങി. അയാൾ അത് വെച്ചുകൊണ്ട് ദുനിയാവിന്റെ ആൾക്കാരുടെ നേതാവായി. ബൽആം തനിക്ക് കിട്ടിയ ഈ ഉന്നതമായ പദവി വെച്ചുകൊണ്ട് ഭൗതിക നേട്ടങ്ങൾ, ഭൗതിക നേട്ടം എന്താണ്? അൽ ജാഹു വൽ മാൽ. ഒന്നാമത്തത് പേരും പ്രശസ്തിയുമാണ്, രണ്ടാമത്തത് പണമാണ്, സമ്പത്താണ്. ഇത് രണ്ടും അയാൾ അന്വേഷിച്ചു, രണ്ടും അയാൾ ആഗ്രഹിച്ചു. അയാൾക്ക് നാം അത് നൽകി. അയാൾ അല്ലാഹു തആല പറഞ്ഞെന്താ? മസലുഹു കമസലിൽ കൽബ്, അയാൾ പട്ടിയുടെ ഉദാഹരണം പോലെയാണ് അയാളുടെ ഉദാഹരണം എന്ന് പറഞ്ഞു അല്ലാഹു തആല. മസലുഹു കമസലിൽ കൽബ്. എത്ര ഉയർന്നത് അല്ല, എന്നെ രണ്ടും പറഞ്ഞു തന്നത്. ഉയർന്ന നിലവാരത്തിലെത്തിയതും പറഞ്ഞത് അള്ളാഹുവാണ്, വേറെ ഏതെങ്കിലും കഥയല്ല. അത് ഒറ്റയടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ഹിദായത്തും വിലായത്തും ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. അപ്പോഴേക്കും അയാൾ പട്ടിയുടെ അവസ്ഥയിലേക്ക് എത്തി. അയാൾ എന്ത് കാട്ടാലും നാവ് നീട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ആ രീതിയിൽ അയാൾ നശിച്ചു ഈ ദുനിയാവിൽ. അത് നിങ്ങൾ ഉമ്മത്തിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നബിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ ഹിദായത്ത് നഷ്ടപ്പെടുന്ന രീതിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും ശ്രദ്ധിക്കുന്ന ആരെയാണ്? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലാഹു എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആരെയാണ്? ഹിദായത്ത് നൽകിയവരെയാണ്. ബാക്കിയുള്ളവർ അല്ലാഹു തആല ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ഇഷ്ടം പോലെ ദുനിയാവ് കൊടുത്തിട്ട് ജീവിച്ചോളാൻ പറയാണ് അല്ലാഹു തആല. എന്താണ് സുഹൃത്തുക്കളെ ദുനിയാവ് കിട്ടുന്നതിന്റെ മാനദണ്ഡം? വല്ലാഹി നാം വലിയൊരു തെറ്റിദ്ധാരണയിലാണ്. കുറച്ച് ഈമാനും അഅമാലും ഒരു നിക്റും സലാത്തും കുറച്ച് ദുആവും ഒക്കെ ഉണ്ടായാൽ അതാണ് ദുനിയാവിന്റെ വർധനവിന്റെ നിദാനം എന്ന് ദീനുള്ളവർ പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല, ദുനിയാവിന്റെ വർധനവിന്റെ നിദാനം അതൊന്നും അല്ല. വല്ലാഹി ഇസ്ലാമിക ജീവിതം ദുനിയാവിന്റെ വർധനവിന്റെ നിദാനമല്ല. അതേ അവസരത്തിൽ ചിലപ്പോൾ കുറയാനാണ് സാധ്യത. ഈമാനിൽ പുരോഗതി പ്രാപിക്കുമ്പോഴും ദുനിയാവിന്റെ അവസ്ഥ കുറഞ്ഞു വരാനാണ് സാധ്യത. നിങ്ങൾ പരിശോധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പരിശുദ്ധ ഖുർആൻ ശരീഫിൽ വ്യക്തമാക്കി തന്നത്? രണ്ട് വിഭാഗത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഒന്ന് നിഅമത്തുകൾ വർദ്ധിക്കപ്പെടുന്നവരെ സംബന്ധിച്ച്, രണ്ട് ബറക്കത്തുകൾ നൽകപ്പെടുന്നവരെ സംബന്ധിച്ച്. എന്താണ് നിഅമത്തും ബറക്കത്തും? മൽ ഫർഖു ബൈന നിഅമത്തി വൽ ബറക്ക. നിഅമത്തിന്റെയും ബറക്കത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താ? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ബറക്കത്ത് ഈമാന്റെ പേരിൽ കിട്ടുന്ന ആനുകൂല്യമാണ്. നിഅമത്ത് മൊത്തത്തിൽ ജനങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന ആനുകൂല്യമാണ്. നിഅമത്ത് വസ്തുക്കളിലുള്ള വർധനവാണ്. നിഅമത്ത് വസ്തുക്കളിലുള്ള വർധനവാണ്.
സമ്പത്തിലുള്ള വർധനവ്, വസ്തുക്കൾ അസ്ബാബുകളിലുള്ള വർധനവാണ് നിഅമത്ത്. ബറക്കത്ത് അതിന്റെ ഉപയോഗത്തിലുള്ള വർധനവാണ്, വസ്തുക്കളുടെ ഉപയോഗത്തിലുള്ള വർധനവാണ്. ഒരു ഗ്ലാസ് പാൽ ഉപയോഗിച്ച് ആ പള്ളിയിൽ അന്ന് കൂടിയ സഹാബാക്കള് മുഴുവനും കുടിച്ചു. ക്വാണ്ടിറ്റി ഒരു ഗ്ലാസ് പാലാണ്, പക്ഷെ അതിന്റെ ബറക്കത്ത് ആ നാട്ടുകാർക്ക്, അവിടെ കൂടിയിരിക്കുന്നവർക്ക്, അന്ന് റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ കൂടിയിരിക്കുന്നവർക്ക് മുഴുവനും. ഖന്തക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ജാബിർ ബിൻ അബ്ദുള്ള ഒരു ആട്ടിനെ അറുത്തിട്ട് 10 ഉണ്ടാക്കിയ ഭക്ഷണം അന്ന് ആ ഖന്തക്കിൽ പങ്കെടുത്തവര് മുഴുവനും കഴിച്ചു. അതിന്റെ പേരാണ് ബറക്കത്ത്. ബറക്കത്തിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്. വലൗ അന്ന അഹ്ലൽ ഖുറ, ചില നാട്ടുകാര്, ചില ഗ്രാമക്കാര്, ചില പ്രദേശക്കാര്, ആമനു, അവർ അല്ലാഹുവിനെ അജയ്യമായി വിശ്വസിക്കുന്നവരാണ്, തസ്ദീഖ് ചെയ്യുന്നവരാണ്. അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അങ്ങ് അന്താരാഷ്ട്രം വരെ സകല കാര്യത്തിലും അവർ അല്ലാഹുവിനെ മാത്രം ഇടപെടിപ്പിക്കുന്നവരാണ്. അല്ലാഹുവിനെ മാത്രം ഇടപെടിപ്പിക്കുന്നവർ, രാഷ്ട്രീയ കാര്യത്തിൽ അല്ലാഹുവിനെ ഇടപെടിപ്പിക്കുന്നവർ, സാമ്പത്തിക കാര്യത്തിൽ അല്ലാഹുവിനെ ഇടപെടിപ്പിക്കുന്നവർ, സാമൂഹ്യ കാര്യത്തിൽ അല്ലാഹുവിനെ ഇടപെടിപ്പിക്കുന്നവർ, അടുക്കളയിൽ കുഞ്ഞുങ്ങളും കുട്ടികളും ഭാര്യയുമായിട്ട് വന്ന പ്രശ്നത്തിൽ അല്ലാഹുവിനെ ഇടപെടിപ്പിക്കുന്നവർ, അങ്ങാടിയിൽ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലാഹുവിനെ ഇടപെടിപ്പിക്കുന്നവർ, ആമനു, അവരാണ് ഈമാന്റെ അഹ്ലുകാർ. അവരാണ് ഈമാന്റെ അഹ്ലുകാർ. തഖ്വയോടെ ജീവിക്കുന്നവർ, അഥവാ പ്രവാചകന്മാരുടെ നായകത്വം പൂർണ്ണമായി പരിഗണിക്കുന്നവർ. ഈമാൻ അള്ളാഹുവിന്റെ, അള്ളാഹുവാണ് എല്ലാറ്റിനും അധികാരി എന്ന് അംഗീകരിച്ചു കൊടുക്കുക. തഖ്വ അഅ്മാൽ, പ്രവാചകന്മാർ, നിശ്ചയിക്കപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകൻ മാത്രമാണ് നായകത്വത്തിന്റെ അവകാശി എന്ന് പറഞ്ഞു കൊടുക്കുക. ഈമാൻ അഅ്മാൽ, സർവാധിപത്യം അല്ലാഹു തആലക്ക് മാത്രം എല്ലാ വിഷയത്തിലും, അത് ഈമാൻ. സർവനായകത്വം മുഹമ്മദ് മുസ്തഫക്ക് മാത്രം എല്ലാ വിഷയത്തിലും, അത് അഅ്മാൽ. ഇത് രണ്ടും കൂടിയുള്ളതാണ് തഖ്വ. ഇംതിസാലു അവാമിരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകളെ പൂർണ്ണമായി നിർവഹിക്കുക. എങ്ങനെ നിർവഹിക്കുക? ബിത്തിബാഇ റസൂലിഹി, അല്ലാഹു നിയോഗിച്ചയച്ചു തന്ന റസൂലിനെ ഇത്തിബാഇ ചെയ്തുകൊണ്ട്. അതിന്റെ പേരാണ് തഖ്വ. അങ്ങനെ ആമനു വത്തഖൗ, ഈമാൻ കൊള്ളുകയും തഖ്വയുള്ളവരാകുകയും ചെയ്യുന്ന ഒരു നാട്ടുകാർ, ആ നാട്ടുകാർക്ക് നാം നൽകുന്ന ആനുകൂല്യം എന്താണ്? ലഫതഹ്നാ അലൈഹിം, അവരുടെ മേൽ നാം തുറന്നു കൊടുക്കുന്നതാണ്. ബറകാത്തിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്ന് ബറക്കത്തുകളെ, വൽ അർളി, ഭൂമിയിൽ നിന്നും ബറക്കത്തുകളെ നാം ഇറക്കി കൊടുക്കുന്നതാണ്. ബറക്കത്തുകൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വസ്തുക്കളായിരിക്കുകയില്ല, മറിച്ച് വസ്തുക്കളെ ഇസ്തിമാൽ ചെയ്യുമ്പോൾ അതിൽ അല്ലാഹുവിന്റെ ഇടപെടലാണ് ബറക്കത്തോട് ഉദ്ദേശിക്കുന്നത്. വസ്തുക്കളെ ഇസ്തിമാൽ ചെയ്യുമ്പോൾ ഒരാൾക്കൊരു രോഗം, ഒന്നാമത്തെ കാറ്റഗറിക്കാരൻ അതായത് ഇസ്ലാമിനെ കൈയാളുന്നവൻ, രണ്ടാമത്തെ കാറ്റഗറിക്കാരൻ ഈമാനെ കൈകാര്യം ചെയ്യുന്നവൻ, മൂന്നാമത്തെ കാറ്റഗറിക്കാരൻ ഇഹ്സാൻ കൈകാര്യം ചെയ്യുന്നവർ. ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്നവർ അസ്ബാബുകളെ ഇസ്തിമാൽ ചെയ്യുന്നവരാണ്. അവർ രോഗം വരുമ്പോൾ പെട്ടെന്ന് ഡോക്ടറെയാണ് കാണുക. അവർക്കും അല്ല ബർക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അമ്പർക്കത്ത് എന്താ? ഡോക്ടർ കുറിച്ചു കൊടുക്കുന്ന മരുന്ന്, അത് ചെറിയ മരുന്നിൽ വലിയ ശിഫാ വെച്ചുകൊടുക്കുന്നത് അള്ളാഹു നൽകുന്ന ബർക്കത്താണ്. അതേ അവസരത്തിൽ ചെറിയ രോഗത്തിന് വലിയ മരുന്നുകൾ അള്ളാഹു താല ബർക്കത്തെടുത്തു കളഞ്ഞതിന്റെ ഉദാഹരണവും അത് പിറകെ അള്ളാഹു താല പറയുന്നു. നമ്മുടെ സുഹൃത്തുക്കളെ, ഈമാൻ അഹ്ലുകാരായ നമ്മൾ ബറക്കത്തിനെ സംബന്ധിച്ച് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. ചിന്തിക്കേണ്ടതും ബറക്കത്തിനെ സംബന്ധിച്ചാണ്, നിഅമത്തുകളെ സംബന്ധിച്ചല്ല. നിഅമത്തുകളുടെ വർദ്ധനവ് അപകടമാണ്. ഏതൊരുത്തരും ഒരു മുഅ്മിനിനെ അല്ലാഹു തആല സമ്പത്ത് നൽകി അനുഗ്രഹിച്ചാൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ അയാളുടെയോ അയാളുടെ കുടുംബത്തിന്റെയോ ആവശ്യവും കഴിച്ച് ബാക്കി ധനം അയാളുടെ മേൽ കുന്നുകൂടുന്നതായിട്ട് കണ്ടാൽ, വസ്തുക്കൾ അയാളുടെ മേൽ കുന്നുകൂടുന്നതായിട്ട് കണ്ടാൽ, രണ്ടാമൊരു കാര്യം തീർച്ചപ്പെടുത്തിക്കൊള്ളണം. ഒന്നിക്കൽ അല്ലാഹു അയാളെ ശിക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വല്ലാഹി രണ്ടാമൊന്ന് നടന്നിരിക്കും. ഒരു മുഅ്മിനിന്റെ കയ്യിലാണ് സമ്പത്ത് വന്നു ചേർന്നതെങ്കിൽ അയാൾ
ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഖാറൂൻ മുസ്ലിമിന്റെ ശിഷ്യനായ ഖാറൂനിന്റെ അവസ്ഥയിലെത്തും. പരീക്ഷണമാണെങ്കിൽ പരീക്ഷണത്തിൽ വിജയിച്ചാൽ അബൂബക്കർ സിദ്ദീഖോടൊപ്പം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോടൊപ്പം, ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോയാൽ ഖാറൂനോടൊപ്പം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചെന്ന് പരിശുദ്ധ ഖുർആനിൽ. സാമ്പത്തികമായ വർധനവ് ഒരിക്കലും ഈമാനിന്റെ പകരം നൽകുന്നതല്ല. അത് കാഫിരീകൾക്കും അല്ലാഹു തആല നൽകിയിട്ടുണ്ട്, മുശ്രിക്കീകൾക്കും നൽകിയിട്ടുണ്ട്, മുൽഹിദീങ്ങൾക്കും നൽകിയിട്ടുണ്ട്. എല്ലാ തോന്നിവാസികളുടെയും കയ്യിൽ വസ്തുക്കൾ ഇഷ്ടം പോലെ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതേ അവസരത്തിൽ ബറക്കത്ത് ഈമാന്റെ പേരിൽ മാത്രം നൽകുന്ന ആനുകൂല്യമാണ്. ബറക്കത്ത് വസ്തുക്കളെ പേര് നടക്കേണ്ട ഗതികേടത്രക്കാർക്ക് വരികയില്ല. മറിച്ച് ചെറിയ വസ്തുക്കളെ കൊണ്ട് വലിയ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിച്ചു കൊടുക്കുന്നതിന്റെ പേരാണ് ബറക്കത്ത്. അത് മുഅ്മിനീങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ആനുകൂല്യമാണ്. ഈ നിഅമത്തിന്റെ കാര്യത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞത് എന്താ? ഫലമ്മാ നസു മാ ദുക്കിറു ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, അബ്വാബ കുല്ലി ശൈ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു അഖദിനാഹും ബഗ്തതൻ ഫഇദാഹും മുബ്ലിസൂൻ. ഈമാൻ അഹ്ലുകാരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. സാധാരണക്കാർക്ക് പറഞ്ഞതല്ല. നാം പറഞ്ഞല്ലോ, അല്ലാഹു തആല എപ്പോഴും ചർച്ച ചെയ്യുന്നത് ആരെ സംബന്ധിച്ചാണ്? ഹിദായത്ത് നൽകി സെലക്ട് ചെയ്ത സമൂഹത്തെ സംബന്ധിച്ചാണ്. ബാക്കി ചപ്പ് ചവറ് മറുഭാഗത്ത് കിടക്കുന്നുണ്ടാകാം. ഈ ഹിദായത്ത് നൽകി സെലക്ട് ചെയ്ത സമൂഹത്തിന്റെ ജീവിതത്തിന്റെ നിലവാരം വെച്ച് മറ്റ് ചപ്പ് ചവറിൽ നിന്ന് അല്ലാഹു തആല അതാണ് സമയത്ത് പലരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് വന്നേക്കാം. അതിന്റെ സൈഡ് എഫക്ഷൻ ഹിദായത്ത് നൽകപ്പെട്ടവരുടെ ജീവിതത്തിന്റെ അതിന്റെ പാർശ്വഗുണം. ആ പാർശ്വഗുണം ആർക്കാ ലഭിക്കുക? ചുറ്റുഭാഗത്തുള്ള ചപ്പ് ചവറുകൾക്കാണ്. തെങ്ങിനാണ് വളമിടുന്നത്, പക്ഷെ തെങ്ങിന് വളമിട്ടാലും ചുറ്റുഭാഗത്തുള്ള കിളകളും ആ വളത്തിൽ വളരുന്നതാണ്. നെല്ലിനാണ് വളമിടുന്നത്, കിളകളും വളരുന്നതാണ് ഈ നെല്ലോടൊപ്പം. ആരും കിളകളെ വളർത്താൻ വളമിടാറില്ല, കാട് വളർത്താൻ വളമിടാറില്ല, ചെടി വളർത്താനാണ് വളമിടുക. ഇതേപോലെ അല്ലാഹുവിന്റെ സംവിധാനം ഹിദായത്ത് നൽകപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. അതിന്റെ മറവിൽ ബാക്കിയുള്ളവരും വളരും, ബാക്കിയുള്ളവരും തെളിരും. ഹിദായത്ത് നൽകപ്പെട്ടവരുടെ പേരിലാണ് അല്ലാഹു തആല ദുനിയാവിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നത്. അന്നാസിന്റെ പേരിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയം സഹാബാക്കളെ അറിയിച്ചിട്ടുണ്ട്. ഈമാൻ നൽകി അനുഗ്രഹിച്ചവരുടെ കാര്യത്തിലാണ് അല്ലാഹുവിന്റെ ചർച്ച മുഴുവൻ ചർച്ചയും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞ വിഷയം കേൾക്കി. ഫലമ്മാ നസു, അഹ്ലുൽ കിതാബ് മറന്നു കളഞ്ഞപ്പോൾ, ജുദനസറാക്കൾ വിട്ടുകളഞ്ഞപ്പോൾ, അല്ലെങ്കിൽ കിതാബിന്റെ അഹ്ലുകാർ വിട്ടുകളഞ്ഞപ്പോൾ, ഈമാന്റെ അഹ്ലുകാർ, ഹിദായത്തിന്റെ അഹ്ലുകാർ അവർ മറന്നുപോയി. മാ ദുക്കിറു ബിഹി, അല്ലാഹു തആല അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുത്ത വിഷയങ്ങൾ അവർ വിട്ടുകളഞ്ഞു. അവർ അല്ലാഹുവിനെ വിട്ടു, അല്ലാഹുവിന്റെ കിതാബ് വിട്ടു, റസൂലിനെ വിട്ടു, റസൂലിന്റെ സുന്നത്ത് വിട്ടു. സ്വന്തം താല്പര്യമനുസരിച്ച് ജീവിക്കൽ തുടങ്ങി, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കൽ തുടങ്ങി, ആർത്തിയും അലച്ചയും തീർത്ത് ജീവിക്കാൻ തുടങ്ങി. അത് ഉലമാക്കളായാലും ഉമറാക്കളായാലും സാധാരണക്കാരായാലും മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ രീതിയിൽ അല്ലാഹുവിനെ വിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിട്ട് താന്തോന്യവാസികളായി ജീവിക്കുന്നവരെ ഈ ദുനിയാവിൽ നാം കൈകാര്യം ചെയ്യുന്ന രീതി എങ്ങനെയാണ്? അല്ലാഹു തആല പറയുന്നു, നമുക്ക് മനസ്സിലാകാത്തൊരു രീതി. നമ്മൾ ചിന്തിച്ചത് നേരെ ഓപ്പോസിറ്റ് സൈഡ്. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഫലമ്മാ നസു, അവർ മറന്നപ്പോൾ, മാ ദുക്കിറു ബിഹി, അവർക്ക് നാം ഓർമ്മിപ്പിച്ചു കൊടുത്ത വിഷയങ്ങളെ അവർ മറന്നപ്പോൾ, അവർ അല്ലാഹുവിനെ കൈവിട്ടപ്പോൾ, റസൂലിനെ കൈവിട്ടപ്പോൾ, കിതാബിനെ കൈവിട്ടപ്പോൾ, സുന്നത്തിനെ കൈവിട്ടപ്പോൾ നാം എന്താ ചെയ്തെന്നറിയുമോ? ഫതഹ്നാ അലൈഹിം, അവർക്ക് നാം തുറന്നു കൊടുത്തു അബ്വാബ കുല്ലി ശൈ, സകല വസ്തുക്കളുടെയും കവാടങ്ങൾ. അല്ലാഹു അക്ബർ. അബ്വാബ കുല്ലി ശൈ, ആർക്കാണ് അതിനർത്ഥം മനസ്സിലാകാത്തത്? ഫലമ്മാ നസു, അവർ മറന്നപ്പോൾ അല്ലാഹുവിനെ, അല്ലാഹുവിന്റെ റസൂലിനെ. അപ്പോൾ അല്ലാഹു തആല എന്താണ് ചെയ്തത്? ധിക്കാരികളായ സമൂഹത്തെ അല്ലാഹു തആല എങ്ങനെയാണ് സൃഷ്ടിച്ചത്? ധിക്കാരികളായ സമൂഹത്തെ അല്ലാഹു എങ്ങനെയാണ് പഠിപ്പിച്ചത്? നമുക്ക് തീരെ മനസ്സിലാകുന്നില്ല. മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ദായികൾക്ക് മനസ്സിലാകുന്നില്ല.
ഉലമാക്കൾക്ക് തീരെ മനസ്സിലാകുന്നില്ല, ഉമറാക്കൾക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹു തആല പറഞ്ഞു, അള്ളാഹുവിനെ കൈവിട്ടപ്പോൾ നാം അവരെ പഠിപ്പിച്ചത് എങ്ങനെയാ, നാം അവരെ ശിക്ഷിച്ചത് എങ്ങനെയാ? ഫതഹിനാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, സകല വസ്തുക്കളുടെയും കവാടം നാം അവർക്ക് തുറന്നു കൊടുത്തു. അവർക്ക് ബിസിനസ്സോടെ ബിസിനസ്, കച്ചവടത്തോടെ കച്ചവടം, തോട്ടത്തോടെ തോട്ടം, പാട്ടത്തോടെ പാട്ടം, ഒന്നിനുമേൽ ഒന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വരുന്നത്. തൊട്ടതെല്ലാം ഇരുമുള, തൊട്ട് മണ്ണ് വാരി പിടിച്ചത് പൊന്ന്, വെള്ളം വാരി പിടിച്ചാലും പൊന്ന്. ആ രീതിയിൽ വന്നു ഭയങ്കരമായ വരവ്, നിർത്താത്ത വരവ്, കണക്കില്ലാത്ത വരവ്. എത്ര ബിസിനസ് ഉണ്ടെന്ന് സ്വന്തം അറിയില്ല, എത്ര വരുമാനം ഉണ്ടെന്ന് സ്വന്തമായി അറിയില്ല. എന്താ അർത്ഥം വെക്കേണ്ടത്? നാം എന്താ അർത്ഥം വെക്കേണ്ടത്? ആ ആയത്തിൽ നാം എന്താണ് അർത്ഥം വെക്കേണ്ടത്? എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മറന്നു കളഞ്ഞ, അള്ളാഹനെ കൈവിട്ട, കിതാബിനെയും സുന്നത്തിനെയും കൈവിട്ട് താന്തോന്യവാസിയായി ജീവിച്ച, ആർത്തിയും അലച്ചയും തീർത്ത് ജീവിക്കാൻ സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിച്ച ആ സമൂഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ നടപടി എന്താ? ഫതഹിനാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. നമ്മൾ കറാമത്തായിട്ടാണ് കാണുന്ന സാമ്പത്തിക വർധനവ്. ഏറ്റവും വലിയ സമ്പന്നൻ, ഏറ്റവും വലിയ വലിയ, ഏറ്റവും വലിയ സമ്പന്നൻ, ഏറ്റവും വലിയ ആലിമ്, ഏറ്റവും വലിയ സമ്പന്നൻ, ഏറ്റവും വലിയ ദായി. വ്യക്തികളൊക്കെ അങ്ങനെ തന്നെ. ഞാൻ ദീനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ, ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എന്റെ കച്ചവടത്തിൽ കണക്കില്ലാത്ത വർധനവകുവാണ്. തുടങ്ങുന്ന സമയത്ത് ഞാനൊരു പെട്ടിക്കടക്കാരനായിരുന്നു. അങ്ങനെ ഞാൻ ദീനുൽ ഇസ്ലാമിന്റെ പരിശ്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പിന്നെ എനിക്കങ്ങ് കൂടാൻ തുടങ്ങി. പിന്നെ എന്റെ കച്ചവടത്തിന്റെ എണ്ണം കൂടാൻ തുടങ്ങി. ഇപ്പൊ എനിക്കെന്നെ അറിയില്ല എവിടെയല്ല കച്ചവടം ഉള്ളതെന്നുള്ള കാര്യം, എനിക്കെന്നെ അറിയില്ല എവിടെയല്ല തോട്ടം എന്നുള്ള കാര്യം. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ശരിയാ, നിന്നെ അല്ലാഹു തആല കൈവിട്ടപ്പോൾ അല്ലാഹു തആല നിന്റെ കയ്യിൽ ഇതൊക്കെ തന്നു. എത്രത്തോളം തന്നു? ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ചവർ പരമാവധി സുഖിച്ചു. ഹത്താ ഇദാ ഫരിഹു, പരമാവധി അവർ ആഘോഷിച്ചു, പരമാവധി അവർ സന്തോഷിച്ചു. കല്യാണത്തിനും ആഘോഷിച്ചു, വീട്ടിലും ആഘോഷിച്ചു, ജീവിതത്തിന്റെ മറ്റ് മേഖലകളിലും ആഘോഷിച്ചു, എല്ലാ വിഷയത്തിലും അതിൽ ഫറഹത്ത് ആഘോഷിച്ചു. അവർ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ചവർ പരമാവധി സുഖിച്ച് ആർത്തിയും അലച്ചയും തീർത്ത് ജീവിക്കാൻ തുടങ്ങി. അഖദിനാഹും ബഗ്ത, ഒരു ദിവസം നാം അവരെ പിടിക്കും. അഖദിനാഹും ബഗ്ത, ഒരു ദിവസം നാം അവരെ പിടിക്കും. ഫഇദാഹും മുബ്ലിസൂൻ, എല്ലാം നഷ്ടപ്പെട്ട് കൈമലർത്തിയവരായിട്ട് നാം അവരെ പിന്തള്ളിക്കണം. മുബ്ലിസ്, ഇബ്ലീസിന്റെ ഇസ്മു ഫായിലാണ് മുബ്ലിസ്, നിരാശപ്പെട്ടവൻ. അബിലസ യുബ്ലിസു ഇബ്ലീസ് ഫഹുവ മുബ്ലിസ്. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഇടപെടലുകളുടെ സുന്നത്ത് നടപടിക്രമം മുഅ്മിനീങ്ങളായ നാം മനസ്സിലാക്കിയേ പറ്റൂ. പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രബോധകന്മാർ. ഇസ്ലാമിക പ്രബോധകന്മാർക്ക് മനസ്സമാധാനവും സ്വസ്ഥവും കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച് നല്ല ബോധം അവർക്കുണ്ടാവണം. അതിൽ ഒന്നാമത്തെ വിഷയം എന്താ? ഏത് സമയത്തും എനിക്ക് കിട്ടിയ ഹിദായത്ത് സസ്പെൻഡ് ആയി പോകാൻ ഇടയുണ്ട്, അല്ലെങ്കിൽ ഇത് ഡിസ്മിസ് ചെയ്ത് കളയാൻ ഇടയുണ്ട്. അത് സംരക്ഷിച്ച് നിർത്തുക എന്നതാണ് ഒരു മൂമിൻ എന്ന നിലയ്ക്ക് എന്റെ ബാധ്യത. വേറൊരു ഉദാഹരണം അല്ലാഹു തആല പറഞ്ഞല്ലോ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ഖാറൂൻ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊച്ചാപ്പാന്റെ മോനാണ് ഖാറൂൻ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ഇസ്ലാമിക പ്രബോധന രംഗത്ത് മൂസ നബിയെ സഹായിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജമാഅത്തിന്റെ അമീറാണ് ഖാറൂൻ. 24 മണിക്കൂറും പള്ളിയിൽ മൂസ നബിയോടൊപ്പം തൗറാത്ത് പാരായണം ചെയ്ത് ജീവിച്ച ആളാണ് ഖാറൂൻ. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. ഒരു കൂരയിലാണ് കുടുംബം താമസിച്ചുകൊണ്ടിരുന്നത്. മുഴുവൻ സമയവും മൂസ നബിയോടൊപ്പം കഴിച്ചു കൂട്ടിയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഗുരുനാഥൻ എന്ന നിലക്കും പ്രവാചകൻ എന്ന നിലക്കും ഖാറൂൻ പലപ്പോഴായിട്ട് പറഞ്ഞു, ഓ മൂസ പ്രവാചകരെ അലൈഹിസ്സലാം,
എനിക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. ലിക്കുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്ന ദുആക്കളുണ്ട് എന്നല്ലേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. എന്റെ ഈ ജീവിതാവസ്ഥ നേരെയായി കിട്ടാൻ, എന്റെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെട്ട് കിട്ടാൻ, എനിക്കുള്ള ഈ അവസ്ഥ മാറിക്കിട്ടാൻ, എന്റെ മക്കൾക്ക്, എന്റെ ഭാര്യക്ക്, എന്റെ കുടുംബത്തിന് സന്തോഷമായി ജീവിക്കുമ്പോൾ കുറച്ചും കൂടി റാഹത്തായിട്ട് ഇസ്ലാമിക പ്രബോധന രംഗത്ത് എനിക്ക് വളരാൻ പറ്റും. എല്ലാവരും പറഞ്ഞൊരു വിഷയമാണ്. വല്ലാഹി ഇസ്ലാമിന്റെ ദഅവത്തും സമ്പത്തുമായിട്ടും യാതൊരു ബന്ധവുമില്ല. സമ്പത്തുമായിട്ട് ദീനിന്റെ ദഅവത്തിന് യാതൊരു ബന്ധവുമില്ല. സമ്പത്ത് കൊണ്ട് ദഅവത്ത് വളർത്തിയ ഒരു ചരിത്രവും പ്രവാചക കാലഘട്ടത്തിലില്ല. സമ്പത്ത് കൊണ്ട് ദീൻ ഇസ്ലാമിനെ വളർത്തിയാൽ അതേ സമ്പത്തുകൊണ്ട് തന്നെ ദീൻ ഇസ്ലാമിനെ തളർത്തിയേണ്ടിയും വരും. ഏതൊരു സമ്പത്തിനും അനുബന്ധമാക്കിക്കൊണ്ടാണോ നാം ദീനിന്റെ പേരിൽ ഒരു സംവിധാനം പടുത്തുയർത്തപ്പെട്ടത്, സമ്പത്തിന്റെ പേരിൽ തന്നെ ആ സംവിധാനം തകർത്ത് തരിപ്പണമാക്കപ്പെടുകയും ചെയ്യും. ഇവിടെ ബഹുമാനപ്പെട്ട മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖാറൂൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. എനിക്ക് ജീവിക്കാൻ ഒരു നിവൃത്തി കിട്ടിയാൽ, നിങ്ങളോടൊപ്പം കഴിച്ചുകൂട്ടുമ്പോൾ എനിക്ക് സന്തോഷമായി എന്റെ മക്കൾക്കും ഭാര്യക്കും കിടന്നുറങ്ങാൻ ഒരു കൂരയും കഞ്ഞു കുടിക്കാൻ ഒരു വഴിയും അത് ഉണ്ടായാൽ, നിവൃത്തിയിൽ ഉണ്ടായാൽ നിങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ കൊണ്ട് കഴിയുമല്ലോ, നിങ്ങളൊന്ന് ദുആ ചെയ്യും. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വേണ്ട, ആ ദുആ അപകടമാണ്. ഈ അവസ്ഥ നിശ്ചയിക്കപ്പെട്ട കാലം ജീവിച്ചു തീർക്കുകയല്ലേ വേണ്ടു. അല്ലാഹു തആല തന്ന ഈ അവസ്ഥ, അത് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ. ദുന്യവിയായ വസ്തുക്കൾ കയ്യിലേക്ക് വരുന്നത് അപകടമാണ്. ഖാറൂൻ ഒരു അപകടത്തിന്റെ പ്രശ്നവും ഇല്ല, ഞാൻ കൂടുതൽ മെച്ചപ്പെടാൻ ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. വല്ലാഹി സാമ്പത്തികമായ മെച്ചപ്പെടൽ ഒരുത്തന്റെ ഈമാനും ihസാനും മെച്ചപ്പെടുന്നതിന് കാരണമാകുമെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. ഇല്ല, ഉള്ള ഈമാനും ഉള്ള ihസാനും തകർക്കാൻ കാരണമാകുമെന്നല്ലാതെ മെച്ചപ്പെടാൻ ഇല്ല. ആരെന്ത് പറഞ്ഞ ബാഹ്യമായി എത്ര നല്ല കഥകൾ നാം മുന്നിട്ട് കൊടുത്താലും ശരി, അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാൽ അപകടം പിടിച്ച വഴികൾ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. അള്ളാഹു പറഞ്ഞതിന് മാറ്റം വരാൻ പാടില്ല, റസൂലുള്ളാഹി പറഞ്ഞതിന് മാറ്റം വരാൻ പാടില്ല. എന്നിട്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഖാറൂന്റെ നിർബന്ധത്തിന്, ശിഷ്യന്റെ നിർബന്ധത്തിന് വഴങ്ങി അള്ളാഹുവിനോട് ദുആ ചെയ്തു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ, പ്രവാചകന്റെ ദുആ, രഹസ്യം അറിയുന്നവർ അല്ലാഹുവാണ്. നഹ്നു നഹ്കുമു ബിൽ-ലവാഹിർ വല്ലാഹു യതവല്ല സറായിർ. നാം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിന്റെ ബാഹ്യമായ വശം വെച്ചുകൊണ്ടാണ്. വല്ലാഹു യതവല്ല സറായിർ, രഹസ്യമായ അതിന്റെ ആന്തരികമായ കാര്യത്തിന്റെ ഉടമ അല്ലാഹുവാണ്. ഇതേ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചോളം പറയാനുള്ള ഈ വിഷയത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ സ്കാൻ ചെയ്തിട്ട് കാര്യങ്ങൾ വരുത്താൻ ചോദ്യം നമുക്കില്ല. നഹ്കും ബിൽ-ലവാഹിർ, ബാഹ്യമായ വിഷയങ്ങൾ വെച്ചുകൊണ്ട് തീരുമാനത്തിലെത്തേണ്ട അവകാശമേ നമുക്കുള്ളൂ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ കബൂലായി. ഖാറൂൻ ഒരു പ്രത്യേക ജോലിയിൽ ഏർപ്പെട്ടു. തൂരിസീന മലയിൽ നിന്ന് മണ്ണ് കുഴിച്ച് അതിൽ നിന്ന് സ്വർണത്തിന്റെ അയിരുകൾ എടുക്കുക, തുലസിയിലെ ചില വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചുകൊണ്ടുവന്ന് അത് കുത്തിപ്പിഴിഞ്ഞ് നീരാക്കി ഈ അയിരുകളെ ആ നീരിലിട്ട് സ്വർണത്തെ വേർതിരിച്ചെടുക്കുക. ഇതായിരുന്നു ഖാറൂൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി. ആ ജോലിയിൽ വർധനമുണ്ടായി. ബാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയട്ടെ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫവഗാ അലൈഹിം وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة. الله أكبر. സൂറത്തുൽ ഖസസ്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിന്റെ ഒരു റുകൂ എടുത്ത് വായിച്ചു നോക്കിയാൽ ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചുരുങ്ങിയ രീതിയിൽ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇന്ന ഖാറൂൻ, തീർച്ചയായും ഖാറൂൻ കാന മിൻ ഖൗമി മൂസ, മൂസാ പ്രവാചകന്റെ കൗമിൽപ്പെട്ടവനായിരുന്നു. പക്ഷെ ഫബഗാ അലൈഹിം, അവൻ വഴിതെറ്റിപ്പോയി. അല്ലാഹു തആല ഫബഗാ അലൈഹിം, അവൻ വഴിതെറ്റിപ്പോയി. വഴിതെറ്റാനുള്ള കാരണങ്ങളെ പറ്റി അല്ലാഹു തആല തുടർന്ന് പറയുന്നു, വആതൈനാഹു മിനൽ കുനൂസ്, സ്വർണത്തിന്റെ നിധികൾ നാം അവന് നൽകി. കുനൂസ് കൻസിന്റെ ജംആണ് കുനൂസ്. കൻസ് എന്ന് പറഞ്ഞാൽ കട്ടി, നിധി. സ്വർണത്തിന്റെ നിധികൾ നാം അവനിക്ക് നൽകി, സ്വർണത്തിന്റെ കട്ടികൾ. അവന്റെ ജോലി അതായിരുന്നു, സ്വർണം ഉണ്ടാക്കിയെടുക്കുന്ന ജോലിക്കാരനായിരുന്നു. എത്രത്തോളം നൽകി കണക്ക് അല്ലാഹു തആല പറയുന്നു. നമുക്ക് കണക്ക് എങ്ങനെയും കിട്ടും.
നമ്മുടെ കണക്ക് എങ്ങനെ നമ്മുടെ മനസ്സിൽ ഓർമ്മയില്ലെങ്കിലും കമ്പ്യൂട്ടർ അടിച്ചു വെച്ചിട്ടെങ്കിലും ഉണ്ടാവും. അവസാനം ഒന്ന് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എളുപ്പ. പക്ഷെ കാറൂന്റെ പണത്തിന്റെ കണക്ക് അല്ലാഹു തആല പറയുന്ന രീതി എന്താ പറയുക? തീർച്ചയായും കാറൂന് നാം നൽകിയ സ്വർണത്തിന്റെ കട്ടികൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഖജനാവിന്റെ താക്കോലുകൾ, ആ പണം സൂക്ഷിച്ച ഖജനാവിന്റെ താക്കോലുകൾ. മിഫ്താഹ് മഫാത്തിഹ്, മിഫ്താഹ് ഏകവചനം, മഫാത്തിഹ് ബഹുവചനം. ആ ഖജനാവിന്റെ താക്കോലുകൾ ശക്തന്മാരായ ഒരു സംഘം ആൾക്കാർക്ക് ചുമക്കാൻ മാത്രമുണ്ട് എന്ന് പറയുന്ന സൂറത്തുൽ ഖസസ്. തഫ്സീർ പറഞ്ഞത് 70ഓളം ഒട്ടകങ്ങളിലാണ് അവന്റെ ഖജനാവും താക്കോലും ചുമക്കാറുള്ളത്. തഫ്സീറിന്റെ കിതാബ് അത്രമാത്രം സമ്പന്നത അല്ലാഹു തആല അവന് നൽകി. എന്താ സംഭവിച്ചത് സുഹൃത്തുക്കളെ, സഹോദരന്മാരെ? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നങ്ങോട്ട് അവന്റെ സംഭവം മുഖേന ലോകത്ത് ദുനിയാവ് കൈകാര്യം ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് 5 നിർദ്ദേശങ്ങൾ നൽകി. സമ്പന്ന വിഭാഗത്തിന് 5 നിർദ്ദേശങ്ങൾ. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ, വസ്തുക്കൾ, അസ്ബാബുകളെ കൈകാര്യം ചെയ്യുന്നവർക്ക് 5 നിർദ്ദേശങ്ങൾ സൂറത്തുൽ ഖസസിൽ നിന്ന് നോക്കിയാൽ കാണാം. തുടർന്നങ്ങോട്ട് പോകുമ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാറൂനോടായിട്ട് പറഞ്ഞ 5 കാര്യങ്ങൾ വിശദമായിട്ടായി ആയത്തിൽ പറയുന്നത്. മുഴുവൻ പറഞ്ഞ് വിശദീകരിക്കാൻ മെനക്കെട്ട സമയം അല്ലെങ്കിൽ തന്നെ സമയം തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം ഖാറൂന്റെ കാര്യത്തിൽ എടുത്ത നടപടി എന്തായിരുന്നു? ഖസഫിനാ ബിഹി വബിദാരിഹിൽ അർള. ഖസഫിനാ ബിഹി, ഖാറൂനെയും കൊണ്ട് നാം പിളർത്തി. വബിദാരിഹി, ഖാറൂന്റെ കോട്ട കൊത്തളങ്ങളുമായി നാം പിളർത്തി. അൽ അർള, ഭൂമിയെ. കംപ്ലീറ്റ് എല്ലാം ഇല്ലാതായി. ഹിദായത്ത് സസ്പെൻഡായി, വിലായത്ത് സസ്പെൻഡായി. അതിന്റെ പേരിൽ കിട്ടിയ വസ്തുക്കൾ മുഴുവനും അതും നശിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവൻ താഴ്ന്നുകൊണ്ടിരിക്കുന്നു ഭൂമിയിൽ ഖിയാമത്ത് നാൾ വരെ. ആർക്ക് വേണ്ടിയുള്ള ഉദാഹരണം? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നത്? ഖാറൂൻ ഫിറൗനല്ല. ഫിറൗൻ അസ്ലി മുശ്രിക്കും അസ്ലി കാഫിറുമാണ്. ഖാറൂൻ അസ്ലി മുഅ്മിനാണ്, അസ്ലി മുത്തഖിയാണ്, മുവഹ്ഹിദാണ്. പക്ഷേ ബഹുമാനപ്പെട്ട മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ റിസാലത്ത് വെച്ചുകൊണ്ട് വരും തലമുറകൾക്ക് അല്ലാഹു തആല പാഠമിട്ട് കൊടുത്തതാ വസ്തുക്കളുടെ ആധിക്യം ഈമാന്റെ പൊലിമയല്ല, അഅ്മാലിന്റെ പൊലിമയല്ല, അത് അപകടത്തിന്റെ സൂചനയാണ്. അതേ അവസരത്തില് ബറക്കത്ത് അല്ലാഹു തആല തന്ന ഒരു ജോലി, അല്ലെങ്കിൽ ഒരു കച്ചവടം, അല്ലെങ്കിൽ ഒരു ബിസിനസ്, അല്ലെങ്കിൽ ഒരു ഫാക്ടറി, അൽഹംദുലില്ലാഹ് നന്നായിട്ട് നടക്കുന്നുണ്ട്. തന്റെ ഭാര്യ മക്കൾക്ക് കഞ്ഞികാച്ചി കുടിക്കാൻ അത്രയും മതി. സമയം വെറുതെ അവിടെയും ഇവിടെയും വിളിച്ച് തുടക്കണ്ട. ബാങ്കുകാരൻ ലോൺ തയ്യാൻ തയ്യാറാണ്. എത്ര കോടി വേണമെങ്കിലും തയ്യാറാണ്. ബിസിനസ്സുകാരന്റെ പിന്നാലെയാണ് ബാങ്കുകാരൻ നടക്കുന്നത്. ആവേശം കൊള്ളിക്കാൻ പലരും കാണും. അക്കച്ചവടത്തിന് പകരം അപ്പുറം വേറെ കച്ചവടം, ഒരു നാട്ടൊരു കച്ചവടം, മറ്റു നാട്ടിൽ വേറെ കച്ചവടം, പിന്നെയും കച്ചവടം, പിന്നെയും കച്ചവടം. ഇതൊരിക്കലും ഈമാനികമായ പുരോഗതിയുടെയോ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെയോ സൂചനയല്ല, ഭയങ്കരമായ നഷ്ടത്തിന്റെയും പരാജയത്തിന്റെയും സൂചനയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ, ഹിദായത്ത് സത്യവിശ്വാസികൾക്ക് നൽകുന്നു, ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്നു. താല്പര്യമുള്ളവർക്ക് അവൻ നേരത്തെ നിശ്ചയിച്ചു വെച്ച അവന്റെ ഇഷ്ടക്കാർക്ക് ആ ഇഷ്ടം എന്തിന്റെ പേരിൽ അള്ളാഹു അറിയിച്ചിട്ടില്ല. ആ ഇഷ്ടത്തിന്റെ മാനദണ്ഡം അത് അള്ളാഹു അറിയിച്ചിട്ടില്ല. ഏത് കുടുംബത്തിൽ നിന്ന് അള്ളാഹു അറിയിച്ചിട്ടില്ല. പ്രവാചകന്മാരുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണോ? അല്ല. ഔലിയാക്കളുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലാണോ? അല്ല. അങ്ങനെ ഒരു ബന്ധം ഇല്ലാതെ വരുമ്പോഴാണോ? അതും അറിയിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാത് സമയത്ത് സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, അല്ലാഹു തആല തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഇവൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അത്രയും സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും കിട്ടിയ അവസ്ഥക്ക് ഇനിയങ്ങോട്ട് നമ്മുടെ ചിന്ത എന്താ? ഇത് ഇസ്തിഖാമത്താക്കാനുള്ള വഴി എന്താ? ഇത് മരിക്കുന്നത് വരെ ഡാമേജ് ഇല്ലാതെ കാത്തു സൂക്ഷിക്കാനുള്ള വഴി എന്താ? ഇത് മരിക്കുന്നത് വരെ ഒരു കുഴപ്പവും ഇല്ലാതെ സംരക്ഷിക്കാനുള്ള വഴി എന്താ?
മരിക്കാൻ നേരത്തെ തിരിച്ചേൽപ്പിക്കണം. മൻകാന ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. മരിക്കാൻ നേരത്തെ അല്ലാഹു തആല തിരിച്ചാവശ്യപ്പെടും. ഖബറിലെത്തിയ ഉടനെ തന്നെയും അല്ലാഹു തആല ആവശ്യപ്പെടും. ആ സമയത്ത് ക്ലിയർ ആയിട്ട് അല്ലാഹു തആലക്ക് തിരിച്ചു കൊടുക്കണം. ആകാശ ലോകത്ത് വെച്ച് നടത്തിയ ഷഹാദത്തിന്റെ തുടർച്ചയായിട്ട് ദുനിയാവിൽ കിട്ടിയ ഷഹാദത്താണ്. ദുനിയാവിൽ കിട്ടിയ ഷഹാദത്ത് തൗഫീഖ് കൊണ്ടാ. ആകാശത്തിൽ കിട്ടിയ ഷഹാദത്ത് തൗഫീഖിന്റെ പേരിൽ മാത്രമല്ല, ഇൻസാനിയത്തിന്റെ പേരില. അന്ന് കിട്ടിയത് മനുഷ്യർക്ക് മുഴുവനും ആണ്. അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ്. അലമുൽ അർവാഹിൽ വെച്ച് റൂഹുകളെ കൊണ്ട് ഷഹാദത്ത് അറിയിപ്പിച്ചത് മുഴുവൻ മനുഷ്യരെ കൊണ്ടും ആണ്. ഇന്ന് ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യർക്കും അത് ബാധകമാണ്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ജൂതനും മജൂസിയും കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാവരും അന്ന് അഷ്ഹദു അല്ലാ ഇലാഹ അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ഷഹാദത്ത് ബോധിപ്പിച്ചവരാണ്. വഅഷ്ഹദുഹും അലാ അൻഫുസിഹിം. ഓരോരുത്തരും അന്ന് ഷഹാദത്ത് പറഞ്ഞവരാണ്. പക്ഷെ ഭൂമിയിൽ അല്ലാഹു തആല അന്ന് ഷഹാദത്ത് പറഞ്ഞവർക്കെല്ലാം ഇവിടെയും ഷഹാദത്ത് പറയാനുള്ള സൗഭാഗ്യം നശിച്ചിട്ടില്ല. അതിൽ നിന്ന് സെലക്ടഡ് മെമ്പർമാർക്ക് മാത്രമേ തുടർന്നുള്ള ഷഹാദത്തിന് തൗഫീഖുള്ളൂ. അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഫീഖ്. അന്ന് പറഞ്ഞത് അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ്. ഇന്ന് പറയേണ്ടത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് അന്ന് പറഞ്ഞ അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹീദിനാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. എല്ലാവരും പറഞ്ഞു ബല, അതെ നീയാണ് റബ്ബ്. വഅഷ്ഹദഹും, അവർ ഓരോരുത്തരും ഷഹാദത്ത് പറഞ്ഞു. ഷഹീദിന, ഞങ്ങൾ സാക്ഷി പറയുന്നു. അഷ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ്. അവർക്കെല്ലാം ദുനിയാവിൽ സൗഭാഗ്യമുണ്ടോ? ഇല്ല. ദുനിയാവിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചൊരു ന്യൂനപക്ഷത്തിന് മാത്രമേ ആ സൗഭാഗ്യമുള്ളൂ. അവർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ആ ഇല്ലല്ലാഹ് മരിക്കാൻ നേരത്ത് അള്ളാഹു തിരിച്ചേൽപ്പിക്കണം. മരിക്കുന്നത് വരെ ഒരു കുഴപ്പവുമില്ലാതെ സംരക്ഷിക്കുന്നവർക്ക് മാത്രമേ തിരിച്ചേൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് സംരക്ഷിക്കാനുള്ള വഴി എന്താണ്? എന്താണ് ഇസ്തിഖാമത്തിനുള്ള വഴി? പണം ഉപയോഗിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ? പറ്റൂല. പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ? പറ്റൂല. ആരോഗ്യം വെച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ? പറ്റൂല. എന്തെങ്കിലും സ്വാധീനം വെച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുമോ? പറ്റൂല. അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും മഹാന്മാരെ ഇടയ്ക്ക് നിർത്തി സംരക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? പറ്റുകയില്ല. അള്ളാഹു അല്ലാത്തൊരു നബിയെയോ റസൂലിനെയോ ഇടയ്ക്ക് നിർത്തിയിട്ട് സംരക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? അതും പറ്റുകയില്ല. പിന്നെ ഇത് നിർത്തിക്കൊണ്ടു പോകാനുള്ള വഴി എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട, നിങ്ങൾക്ക് തന്ന സാധനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഞാനൊരു വഴി നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. എന്റെ വക ഞാനൊരു പ്രോഗ്രാം നിങ്ങൾക്ക് നിശ്ചയിച്ചു തരാം. ആ പ്രോഗ്രാം നിങ്ങൾ നടപ്പിലാക്കിയാൽ മതി. എന്താണ് ആ പ്രോഗ്രാം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ലഖദ് മന്നല്ലാഹു, തീർച്ചയായും അല്ലാഹ് അനുഗ്രഹിച്ചു. ആരെ? അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ. ശരിക്കും മനസ്സിലാക്കേണ്ട വാക്ക്. മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല കരുണ കാണിച്ചു. ലഖദ് മന്നല്ലാഹ്, അല്ലാഹ് ഔദാര്യം കാണിച്ചു. അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മേൽ. എങ്ങനെ? ഇത് ബഅസ ഫീഹിം റസൂല, അവർക്ക് റസൂലിനെ നിയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല കരുണ കാണിച്ചു. അവർ റസൂല് നിയോഗിച്ചതിന്റെ പേരിലല്ല ഹിദായത്ത് അല്ലാഹു തആല കൊടുക്കുന്നത്. ഹിദായത്ത് അല്ലാഹു തആല കൊടുക്കുന്നത് അല്ലാഹുവും അടിമയും തമ്മിലുള്ള കരാറ് മാത്രമാണ്. പിന്നെ എന്തിനാണ് റസൂല്? ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള പ്രോഗ്രാമുമായിട്ടാണ് റസൂൽ വന്നത്. അല്ലാഹ് നൽകുന്ന ഹിദായത്ത് നഷ്ടപ്പെടാതെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള പ്രോഗ്രാമുമായിട്ടാണ് റസൂൽ വന്നത്. റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യത്തെ പറ്റി പറഞ്ഞത് എന്താ? വൈദാ വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹു തആല നിങ്ങൾക്ക് നിങ്ങളുടെ റസൂല് അല്ലാഹുവിൽ നിന്ന് എന്താണോ കൊണ്ടു തന്നത് അത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. വമാ നഹാകും അൻഹു ഫന്തഹു, അല്ലാഹു നിങ്ങളോട് എന്തോടാണ് വിരോധിച്ചത്, നിരോധിച്ചത്, അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. എങ്കിൽ അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഹിദായത്ത് മരിക്കുന്നത് വരെ നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, അഅ്മാലിന്റെ വിഷയം ആരംഭിക്കുന്നത് അവിടെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്.
അമാലിൽ ഒന്നാമത്തത് ഷഹാദത്താണ്, രണ്ടാമത്തത് നിസ്കാരമാണ്, മൂന്നാമത്തത് സക്കാത്താണ്, നാലാമത്തത് നോമ്പാണ്, അഞ്ചാമത്തത് ഹജ്ജ. ഈ 5 കാര്യങ്ങളും ഇസ്തിഖാമത്തും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് നാം പരിശോധിക്കേണ്ടത്. എങ്കിൽ ഇസ്തിഖാമത്തിന് യോജിച്ച രീതിയിൽ തന്നെയാണോ ഈ 5 കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് അടുത്ത ചർച്ച. അമാലുകളെ പറ്റിയുള്ള ചർച്ച വരുമ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ വരാൻ. നിസ്കാരത്തിന് വേണ്ടിയുള്ളതല്ല നിസ്കാരം, നോമ്പിന് വേണ്ടിയുള്ളതല്ല നോമ്പ്, സക്കാത്തിന് വേണ്ടിയുള്ളതല്ല സക്കാത്ത്. പിന്നെ എന്തിനു വേണ്ടിയുള്ളതാണ്? ഇസ്തിഖാമത്തിന് വേണ്ടിയുള്ളതാണ്. എന്ത് ഇസ്തിഖാമത്തിന്? അല്ലാഹ് ഓശാരമായി തന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട്, അത് ഹിദായത്താണ്. ആ ഹിദായത്ത് ഏത് സമയത്തും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഏത് സമയത്തും ദുർബലപ്പെടാൻ സാധ്യതയുണ്ട്, ഏത് സമയത്തും ബലഹീനമാകാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കാതെ നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത്, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങളുടെ അവസാനം സംഭവിക്കരുത്. അതിനു വേണ്ടിയുള്ള പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അത് നിങ്ങൾ പരിശ്രമിച്ചുണ്ടാക്കേണ്ടതാണ്, അത് നിങ്ങൾ മെനക്കെട്ടുണ്ടാക്കേണ്ടതാണ്. അത് ഓശാരമായിട്ട് കിട്ടുന്നത് തൗഫീക്ക് മാത്രമായിരിക്കും. തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടതാണ്, കസ്ബ് പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടതാണ്, തീരുമാനം തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടതാണ്. എന്താണ് ഉണ്ടാവേണ്ടത്? അത് എന്റെ റസൂല് നിങ്ങൾക്ക് കൊണ്ടുതന്ന കാര്യങ്ങളാണ്. അമാലുകളെ നമുക്ക് ഇസ്തിഖാമത്തുമായിട്ട് ബന്ധിപ്പിക്കണം. ഇസ്തിഖാമത്തിന് വേണ്ടി നിശ്ചയിച്ച അമാലുകളിൽ ഒന്നാമത്തെ അമല് ഏതാണ്? മുൻഗണനാ ക്രമത്തിൽ നാം അത് മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ അമല് ഷഹാദത്താണ്. എന്താണ് ഷഹാദത്ത്? പിന്നെ നോമ്പ്, പിന്നെ സക്കാത്ത്, പിന്നെ സക്കാത്ത്, പിന്നെ നോമ്പ്, പിന്നെ ഹജ്ജ്. എന്റെ പ്രിയമുള്ളവരെ, കൂടുതലായിട്ട് വിശദീകരിക്കാനും നമുക്ക് അവസരങ്ങളില്ല. ഏറി വന്നാൽ 2 ആഴ്ചയും കൂടി മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ആ അമാലുകളിലേക്ക് കടക്കണമെന്നാലും ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് കടന്നാലൊന്നും ശരിയാകുകയില്ല. അത് അർത്ഥവത്തായ രീതിയിൽ ഒരു പൂർണ്ണമായ പരിഗണനയോടെ ഒരുക്കത്തോടു കൂടി തന്നെ ഇനി നമ്മുടെ ബാക്കി കാലഘട്ടം നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ബാക്കി ആയുസ് നാം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ചെലവാക്കേണ്ടതുണ്ട്. അതിൽ ഷഹാദത്തിന് മുൻഗണനയുണ്ട്. 2 ഷഹാദ. ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ ഒന്ന് ഷഹാദത്തു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ചുരുങ്ങിയ രീതിയിൽ വരുന്ന 2 ആഴ്ച കൊണ്ട് നമുക്കിത് വിശദീകരിക്കാൻ പറ്റുമോ നോക്കട്ടെ. പരിശുദ്ധ റമദാൻ വരവായി. അതിനു മുമ്പ് ശഅബാൻ മാസത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാൻ മാസത്തിൽ റമദാനിന് വേണ്ടി ഒരുങ്ങുക എന്നതല്ല, സഹാബാക്കളെ മനസ്സിലാക്കി കൊടുക്കുവാൻ മാത്രം ശഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ഇബാദത്തിൽ വ്യാപൃതരായിരുന്നു. റമദാൻ കഴിച്ചാൽ അഷ്റഫുൽ ഖൽഖ് ഏറ്റവും കൂടുതൽ ഒരു മാസം എന്ന നിലക്ക് നോമ്പ് നോറ്റത് ശഅബാൻ മാസത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസത്തിൽ, റമദാൻ മാസത്തിന്റെ മുന്നോടിയായി ശഅബാൻ മാസത്തെ നാം പരിഗണിക്കേണ്ടതുണ്ട്. റമദാൻ മാസത്തിന് ആവശ്യമായ ഊർജം ശഅബാനിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. റമദാനിൽ ആവശ്യമായ ബറക്കത്ത് ശഅബാനിൽ നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അനുവദിക്കപ്പെട്ട അമലുകളെ കൊണ്ട് നാം അള്ളാഹുവിനെ സ്വാധീനിക്കണം. അനുവദിക്കപ്പെടാത്ത ബിദ്അത്തിന്റെ അമാലുകൾ അള്ളാഹുവിൽ നിന്ന് അകലാൻ കാരണമായി തീരും. എന്തുകൊണ്ടാണ് ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട കുറെ ബിദ്അത്തുകൾ ഇത്രയും അധികം സമൂഹത്തിൽ നിലനിൽക്കുന്നത്? ശൈത്താന് നിർബന്ധമുണ്ട്. ശഅബാൻ മാസത്തെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അത് റമദാൻ മാസത്തിന്റെ സജീവതയ്ക്ക് കാരണമായി തീരും. അത് വമ്പിച്ച നഷ്ടമാണ് ശൈത്താനെ സംബന്ധിച്ചിടത്തോളം, വമ്പിച്ച ലാഭമാണ് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിനുള്ള വഴി എന്താ? ശഅബാൻ മാസത്തിന്റെ ഇബാദത്ത് ബിദ്അത്തുകളുമായി ബന്ധിപ്പിക്കാൻ മെനക്കെടുക. നല്ലതല്ലെന്നും പറഞ്ഞിട്ട് കുറെ അനാവശ്യമില്ലാതെ അനധികൃതമായ കാര്യങ്ങൾ ഉമ്മത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതോടുകൂടി അല്ലാഹു അവനെ വെറുത്തോളും. വെറുപ്പ് റമദാൻ മാസത്തിന്റെ ഊർജം നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. നാം മനസ്സിലാക്കി നോക്കി, ഏറ്റവും കൂടുതൽ ബിദ്അത്തി ഇബാദത്തുകൾ കടന്നു വന്നത് റജബിലും ശഅബാനിലുമാണ്. മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബിദ്അത്തി അമലുകൾ മധ്യ കാലഘട്ടത്തിൽ കടന്നു വന്നത് ശൈത്താൻ കടത്തി തന്നത് റജബിലും ശഅബാനിലുമാണ്. റജബിൽ ഒരുപാട് ബിദ്അത്തുകൾ സമൂഹം ചെയ്തു. ശഅബാനിൽ ഒരുപാട് ബിദ്അത്തുകൾക്ക് വേണ്ടി ഒരുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അനുവദിക്കപ്പെട്ടത് ഉമ്മത്ത് അറിയുന്നില്ല, അനുവദിക്കപ്പെടാത്ത ബിദ്അത്തുകൾ ഉമ്മത്ത് ഇഷ്ടം പോലെ അറിയുന്നു, മനസ്സിലാക്കുന്നു.
അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ശഅബാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം സജീവമാക്കാൻ തിങ്കളാഴ്ചന്റെ നോമ്പ് നമ്മുടെ മുമ്പിലുണ്ട്, വ്യാഴാഴ്ചന്റെ നോമ്പ് നമ്മുടെ മുമ്പിലുണ്ട്, 12, 13, 14 നോമ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ആ 12ഉം 13ഉം നാം ഒഴിവാക്കും. എന്നിട്ട് നാം എന്ത് ചെയ്യും? 16 നാം ഒഴിവാക്കും. 13ഉം 14ഉം 15ഉം നോമ്പുണ്ട്, 13ഉം 14ഉം നാം ഒഴിവാക്കും. എന്നിട്ട് ബറാഅത്തിന്റെ നോമ്പ് എന്ന് പറഞ്ഞിട്ട് 15ന്റെ നോക്കുമ്പോൾ സംഭവിച്ചത് എന്താ? സുന്നത്തിലൂടെ നോമ്പിന്റെ ഊർജം സംഭരിക്കേണ്ട മുഅ്മിനീങ്ങൾ 13ഉം 14ഉം ഒഴിവാക്കി ബറാഅത്തിന്റേതെന്നും പറഞ്ഞിട്ട് 15 നോമ്പ് നോറ്റപ്പോൾ നഷ്ടപ്പെടേണ്ടത് മുഴുവൻ നഷ്ടപ്പെട്ടു. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. ബഹുമാനമുള്ളവരെ, ഞാൻ ചാടുമാടും എന്തെങ്കിലും ആർന്നും കൂടുന്നും പറയേണ്ട കണക്കാക്കിയിട്ടാണ് വഴിക്ക് വഴിയായിട്ടൊരു വഴി പറഞ്ഞു തന്നാൽ അത് മനസ്സിൽ വെച്ച് അത് വികസിപ്പിക്കാൻ എനിക്കും സാധിക്കണം, നിങ്ങൾക്കും സാധിക്കും. അള്ളാഹു അറിവിലും അമലിലും ബർക്കത്ത് നസീബാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന 2 ആഴ്ച ഒന്നും പോവാതെ നമുക്ക് ഈ ഇസ്തിഖാമത്തുമായി അഅ്മാലിനെ ബന്ധിപ്പിക്കാൻ എങ്ങനെയാണ് കഴിയുക എന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് നോക്കാം. പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശിക്കുന്ന ഈമാൻ നസീബാക്കി തരട്ടെ. ഏറ്റവും നല്ല പ്രകാശിക്കുന്ന അവസ്ഥ മരിക്കുന്ന നേരത്താക്കി തരട്ടെ. സുന്നത്തും ഫർദുമായ അമലുകളെ കൊണ്ട് അല്ലാഹു നമ്മുടെ ഈമാൻ താഖത്തും ഖുവ്വത്തും ഉള്ളതാക്കി തരട്ടെ. നമ്മുടെ രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് രോഗികൾ, ട്യൂമർ രോഗികൾ, മാനസിക രോഗികൾ, അപസ്മാര രോഗികൾ, ചെറുതും വലുതുമായ ആന്തര്യവും ബാഹ്യവുമായ രോഗങ്ങളെ കൊണ്ട് വേദന തിന്ന് കഴിയുന്നവർ, കുട്ടികൾ, വലിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, ആശുപത്രികളിലുള്ളവർ, വീടുകളിലുള്ളവർ, അള്ളാഹു അവന്റെ ഖുദ്റത്ത് കൊണ്ട് ശിഫാ നസീബാക്കി കൊടുക്കട്ടെ. അള്ളാഹു അവരിൽ നിന്ന് പരീക്ഷണാർത്ഥം തിരിച്ചെടുത്ത ആഫിയത്ത് ഔദാര്യപൂർവ്വം മടക്കി കൊടുക്കുകയും നിലനിർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. നമുക്കിത്തരം രോഗങ്ങളൊന്നും വരാതെ കരുണയുള്ള അള്ളാഹു നമ്മളെ കാക്കുകയും നമുക്ക് ഈ തന്ന ആഫിയത്ത് ഒരു പോറലും ഏൽക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരികയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ ബർസഖിന്റെ ലോകത്താണ്. അടുത്ത കാലത്തായിട്ട് മരിച്ചവർ, കുറെ കാലം മുമ്പേ മരിച്ചവർ, ഉപ്പ ഉപ്പുപ്പ ഉപ്പുപ്പമാര്, ഉമ്മ ഉമ്മൂമ്മമാര്, കാരണവന്മാര്, ജ്യേഷ്ഠന്മാര്, അനുജന്മാര്, കൂട്ടത്തിൽ നമ്മുടെ സാഹിബിന്റെ ജ്യേഷ്ഠൻ കഴിഞ്ഞ ദിവസം മരിച്ചു. പലരുടെയും കുടുംബത്തിൽ പലരും മരിച്ചു. അള്ളാഹു അവരുടെ ബർസഖിന്റെ ജീവിതം സന്തോഷമാക്കി കൊടുക്കട്ടെ. അവരിൽ ചിലരെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നല്ല റാഹത്തിലാണ്, ഈനാസിലാണ്, സന്തോഷത്തിലാണ്. മറ്റു പലരും അള്ളാഹുവിൽ നിന്ന് വളരെ അകലത്തിലും ദൂരത്തിലും പ്രയാസത്തിലുമാണ്. എല്ലാവരെയും അള്ളാഹു അവന്റെ ഫضل ഒന്നുകൊണ്ട് മാത്രം, ഔദാര്യം കൊണ്ട് മാത്രം അള്ളാഹിന്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്നവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കട്ടെ. നമ്മളും മരിച്ചിട്ട് ബർസഖിലെത്തുമ്പോൾ അവരോടൊപ്പം ചെന്ന് ചേരാനും അവരെയും കൂട്ടി ജന്നത്തുൽ ഫിർദൗസിലെത്താനും തൗഹീദിന്റെ രേഖകൾ അള്ളാഹ് പരിശോധിക്കുമ്പോൾ അത് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് അള്ളാഹ് സന്തോഷിച്ച് അള്ളാഹിന്റെ അയൽവക്കക്കാരായി അബദുൽ ആബാദ് കാലാകാലം കഴിഞ്ഞുകൂടാനും എന്താണോ വേണ്ടത് അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് അവന്റെ ഔദാര്യം കൊണ്ട് നമുക്കത് പൂർത്തിയാക്കി തരികയും ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.